ഓൾറെഡി എക്സിസ്റ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കും, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വെബിനാറിലൂടെ, ഈ ഒരു വെബിനാർ കഴിയുമ്പോൾ ഇതിലിരിക്കുന്ന ഓരോ സ്റ്റുഡന്റിനും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ACCA കുറിച്ച്, ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരു ഓവറോൾ ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു കോഴ്സ് സ്ട്രക്ചർ, ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, രജിസ്ട്രേഷന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എങ്ങനെയാണ് ACCA പഠിക്കേണ്ടത്. ഓക്കെ, ഹൗ ടു സ്റ്റഡി ACCA, വാട്ട് ആർ ദ സ്റ്റഡി ടിപ്സ് ഫോർ ACCA. ഓക്കെ, then why VIC, why choose VIC over other institutions, എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ ACCA കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഇല്ലാതെ, ഇപ്പൊ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് ആണ്. ACCA ഒരുപാട് പേര് എടുക്കുന്നുണ്ട്, അപ്പൊ ACCA കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് കിട്ടുമോ? സോ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് in respect of ACCA, and a Q&A sessions. If you guys having any doubts, we can discuss that also. So first of all, we will be having an overview of ACCA, and it will be presented by Divya ma'am. And so Divya ma'am, can you please? Yes. Hi, hello. Hi, everyone. സോ ഞാനിവിടെ നമ്മുടെ എന്താണ് ACCA അതിനെപ്പറ്റിയുള്ളൊരു ബ്രീഫ് ആയിട്ടൊരു കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വൺ സെക്കൻഡ്. ഹലോ, ഹായ്. ഓക്കെ, എന്താണ് ACCA? ACCA എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫുൾ ഫോം ഞാൻ ഫസ്റ്റ് ഒന്ന് പറയാം. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്നാണ് പറയുന്നത്. ഈസ് എ ഗ്ലോബൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡി. അവരുടെയാണ് ഈ ഒരു ACCA എന്ന് പറയുന്നത്. ഇത് ഫൗണ്ടഡ് ഇൻ 1904 തന്നെ ഇത് ഫൗണ്ടഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് UK ബേസ്ഡ് ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള UK-യിലാണ് ഇതിന്റെ റെക്കഗ്നൈസ് ഫുള്ളി ഇത് വന്നിട്ടുള്ളതൊക്കെ. മാം ദിവ്യ മാം, സ്ക്രീൻ പ്രസന്റ് ആവുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി.
ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എബൌട്ട് ACC എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫോം ആണ് ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ACC എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഴ്സ് സർട്ടിഫൈഡ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൗണ്ടഡ് ഇൻ 1904 ഇത് ഫൗണ്ടഡ് ആയിട്ടുള്ളത് ആൻഡ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ ലണ്ടൻ, UK ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. റെക്കഗ്നൈസ്ഡ് ഇൻ 180 കൺട്രീസിലോളം ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 180 കൺട്രീസിലുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. അപ്പം നമുക്ക് അവിടെ അത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വേറൊരു ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടില്ല. സോ ACC എന്ന് പറയുന്നത് 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ചെയ്ത ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് തന്നെയാണ് ACC എന്ന് പറയുന്നത്. ദെൻ എന്തിനാണ് ACC ഇങ്ങനൊരു കോഴ്സ് കൊണ്ടുവന്നത്, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ടു ഡെവലപ്പ് എ പ്രൊഫഷണൽ അക്കൗണ്ട്, ഒരു നല്ലൊരു പ്രൊഫഷണൽ അക്കൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യുക, അവരുടെ അതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫിനാൻസിൽ നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക ആൻഡ് ഇംപ്രൂവ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഗ്ലോബലി ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കൺട്രിയിൽ ഒരെണ്ണം, അതാണ് നമ്മുടെ അറിയാം ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് പോലെ ഇന്ത്യ അതേപോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന്. അപ്പം എല്ലായിടത്തും പല ഒരു അക്കൗണ്ട്സ് ആകുമ്പോൾ നമുക്ക് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. സോ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ACC എല്ലാ കൺട്രിയിലും ഒരേപോലെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം എന്ന് ഒരു എയിമിലൂടെയാണ് ACC നമ്മൾ UK ഇങ്ങനൊരു ഗ്ലോബൽ കോഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ACCയുടെ കോഴ്സിനകത്ത് 3 ലെവൽസ് ഉണ്ട്. ദെൻ അപ്ലൈഡ് നോളജ്, അപ്ലൈഡ് സ്കിൽസ് ലെവൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ പ്രൊഫഷൻ. ഈ 3 ലെവൽസും നമുക്ക് ഈ കോഴ്സിൽ ഈ 3 ലെവലിലൂടെ വന്നാൽ മാത്രമേ നമുക്ക് ACC പാസ്സാകുള്ളൂ. ബട്ട് ഇപ്പോൾ എക്സംഷൻസ് ഉണ്ട്, 9 പേപ്പേഴ്സ് എക്സംഷൻ ഉണ്ട്. ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ACC ക്വാളിഫിക്കേഷൻ കിട്ടാറുണ്ട്. ബട്ട് ഏറ്റവും അറിയാം, നമുക്ക് +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ACC ജോയിൻ ചെയ്താൽ നമ്മുടെ നോളജ് ലെവൽ തൊട്ട് അതിൻ്റെ ഒരു ബേസ് സെറ്റായി വരുന്നു. പിന്നെ സ്കിൽ ലെവല്, എവറിത്തിങ് നമുക്ക് നല്ലൊരു ബേസിലൂടെ തന്നെ നമുക്ക് നല്ലൊരു കോഴ്സ് തന്നെയാണ് ACC എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒന്നും അറിയാത്ത മേ ബി ഒരു സയൻസ് ബേസിൽ വരുന്ന സ്റ്റുഡൻസിന് പോലും ACC സുഖമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതാണ് നമ്മുടെ ACC ക്വാളിഫിക്കേഷൻ സ്ട്രക്ചർ തന്നെ വെച്ചിരിക്കുന്നത്. ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ACCയിലെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് SBL പോലത്തെ ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ലീഡർഷിപ്പ്. ഇങ്ങനെ ഓവറോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മാത്രമല്ല പല മേഖലകളിൽ ഈ ACC നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ടാക്സേഷൻ എങ്ങനെയാണ്, ഓഡിറ്റിംഗ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, എങ്ങനെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലീഡർ നമ്മൾ CEO ലെവലൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ബിസിനസ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ACCയിൽ നമ്മുടെ സബ്ജക്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഒരു ACCയെ മെമ്പർ ആവണമെങ്കിൽ, നമ്മളൊരു ക്വാളിഫൈഡ് മെമ്പർ ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുടെ ചെയ്താൽ മാത്രമേ നമ്മളൊരു ACCA മെമ്പർ ആവത്തുള്ളൂ. 13 പേപ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് 13 പേപ്പർ ക്വാളിഫൈഡ് ആവാതെ ഒരിക്കലും ACCയിൽ ഒരു മെമ്പർ ആവാൻ പറ്റില്ല. മസ്റ്റായിട്ട് എല്ലാവരും അത് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ നമ്മളെ എല്ലാവരും 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവരെന്ത് ചെയ്യും, ഒരു ACCയിലെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ മൊഡ്യൂൾസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 3 years ഓഫ് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ACCA മെമ്പർ ആവാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു ACCA മെമ്പർ എന്ന രീതിയിൽ വരിക. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പോലെ അവർക്കുണ്ട്, നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പോലെ നമുക്കും 3 years ഓഫ് പ്രാക്ടിക്കൽ നോളജ് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ACCA മെമ്പർ ആവത്തുള്ളൂ. ഇത്രയാണ് നമ്മളുടെ ACCയിലെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത്. ആൻഡ് താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ മാം ഇപ്പൊ പറഞ്ഞതുപോലെ ACCയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടി ഡീപ്പായിട്ട് ACCയുടെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹായ്.
Yes. Yes, okay, fine. സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, ma'am. കാണുന്നുണ്ട്. ഹലോ. ഓക്കെ ഫൈൻ. ഓക്കെ. ഇപ്പൊ ദിവ്യ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ACCയിൽ ടോട്ടൽ 13 പേപ്പേഴ്സ് ആണുള്ളത് അല്ലെ. അപ്പൊ 13 പേപ്പേഴ്സിനെ നമ്മൾ മൂന്ന് ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്ലൈഡ് നോളജ്, അപ്ലൈഡ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ. ഓക്കെ. അപ്ലൈഡ് നോളജ് എന്ന് പറയുന്നത് ഒരു ബേസ് ലെവൽ, അതായത് നമ്മൾ ചാർട്ടേഡ് ഇന്ത്യൻ CA പറയുന്നത് പോലെ ഫൗണ്ടേഷൻ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്തെന്ന് പറയാ? അപ്ലൈഡ് നോളജ് എന്ന് പറയാം. ഓക്കെ. ഈ അപ്ലൈഡ് നോളജിൽ ഉള്ള പേപ്പേഴ്സിന്റെ ഹയർ പേപ്പേഴ്സ് ആണ് ഇവിടെ വരാ. എല്ലാം ഹയർ പേപ്പേഴ്സ് ആണെന്നല്ല, കൂടുതലും ഹയർ പേപ്പേഴ്സ് ആണ് ഇവിടെ വരാ. അപ്ലൈഡ് സ്കിൽസിൽ വരാം, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്രൊഫഷണലിലും വരാം. ഓക്കെ. ഇനി നമ്മുടെ ACCയുടെ ബോർഡ് ഒരുപാട് പേർക്ക് എക്സംഷൻസ്, ഒരുപാട് ലെവലുകളായിട്ട് എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് ഡിഗ്രി, അതായത് BCom ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈഡ് നോളജ് ലെവൽ അതിലെ പേപ്പേഴ്സിന് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ചുമ്മാ അങ്ങ് വെറുതെ പ്രൊവൈഡ് ചെയ്യുന്നതാണോ? അല്ല. നമ്മൾ ഈ ബേസ് ലെവലിൽ നമുക്ക് ഈ ബേസ് ലെവൽ പേപ്പർ പഠിക്കണ്ട എന്ന് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഓൾറെഡി നമ്മൾ ഈ ബേസ് ലെവൽ അല്ലെങ്കിൽ നോളജ് ലെവലിൽ പഠിച്ച പോർഷൻസ് അവർ മറ്റ് ഡിഗ്രി അല്ലെങ്കിൽ കോഴ്സിൽ പഠിച്ചു എന്നാണ് ACCA പറയുന്നത് അല്ലെ. അല്ലാതെ ഈ ഒരു ബേസ് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഈ ബേസ് നിങ്ങൾ മറ്റേതോ കോഴ്സിൽ പഠിച്ചു, അതുകൊണ്ടാണ് എന്ത് വരുന്നത്? എക്സംഷൻ തരുന്നത്. ഓക്കെ. അപ്പോ അപ്ലൈഡ് നോളജ്, അപ്ലൈഡ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ. അപ്ലൈഡ് നോളജ് ലെവലിൽ 3 പേപ്പറാണ് ബേസിക്കലി വരുന്നത്. BT, ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടുത്തെ ടെക്നോളജി, ആ ബിസിനസ് ഓപ്പറേഷൻ, അതിനെ കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയാം BT അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ACCയിലെ ഫസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ F1 എന്ന് പറയുന്ന പേപ്പറാണ് എന്ത്? ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേപ്പർ ഇസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സ്റ്റുഡൻസിന്റെ ഇടയിൽ കണ്ടുവരുന്നത് നമ്മുടെ നോളജ് ലെവലിൽ കുറച്ച് ട്രിക്കിയസ്റ്റ് പേപ്പർ ആണ് എന്തെന്ന് പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒരുപാട് ടഫ് ആയിട്ടുള്ള പേപ്പർ പറയുന്നത്. കമ്പയർ ചെയ്യും, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ BT കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രിക്കിയസ്റ്റ് പേപ്പർ ആണ് എന്തെന്ന് പറയാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇതിൽ മെയിൻലി കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, അതായത് നമ്മുടെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് എന്ത് പ്ലാൻ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയുന്നത്. ഈ തേർഡ് പേപ്പർ FA എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ്, അതായത് പാസ്റ്റിൽ എന്ത് നടന്നോ അത് പ്രസന്റിൽ റെക്കോർഡ് ചെയ്യുക, അതാണ് എന്താ പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് MA എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ലൈക്ക് ഹിസ്റ്റോറിക്. ഓക്കെ. അതായത് മുമ്പ് എപ്പോഴോ നടന്ന ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു, അതാണ് എന്താ പറയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ ദീസ് ആർ ദ 3 പേപ്പർ: അപ്ലൈഡ് നോളജ്, BT ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ലെവൽ 2 അപ്ലൈഡ് സ്കിൽസ്. അപ്ലൈഡ് സ്കിൽസിൽ വരുന്ന പേപ്പേഴ്സ് ആണ് ലോ. സ്ക്രീൻ ലോഡ് ആയിട്ടുണ്ടോ? കാണുന്നുണ്ടോ സ്ക്രീൻ? നെക്സ്റ്റ് സ്ലൈഡ് ആയോ? Yes, ma'am. Visible ആണ്. ഓക്കെ ഫൈൻ. അപ്ലൈഡ് സ്കിൽസിൽ വരുന്ന നെക്സ്റ്റ് പേപ്പേഴ്സ് ആണെന്ന് പറയാം ലോ, ടാക്സേഷൻ, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, പെർഫോമൻസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ലോ എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്, പ്യുവർലി ഒരു തിയറി പേപ്പർ ആണെന്ന് പറയാം ലോ. നിങ്ങൾക്കറിയാം ലോ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ റൂൾ ബേസ്ഡ് ആണ്. അത് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്ത് പോയിരുന്ന് എഴുതുന്ന ഒരു എക്സാം ആണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ലോ. ബട്ട് അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്ട് കൂടിയാണല്ലോ. കൂടുതൽ കുട്ടികൾക്ക് ക്ലാസ്സിലിരുന്നത്, ബേസിക്കലി ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ക്ലാസ്സിലിരുന്ന് ഒരു ഉറങ്ങുന്ന ഒരു പേപ്പറാണ് ലോ പേപ്പർ എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഫാക്കൽറ്റി നിന്ന് പറയുന്നു, സ്റ്റുഡൻസ് ഇരുന്ന് കേൾക്കുന്ന അത്രേ ഉള്ളൂ. ജസ്റ്റ് തിയറി, പ്യുവർലി തിയറി പേപ്പർ ആണെന്ന് പറയാം ലോ പേപ്പർ എന്ന് പറയാം.
ഓക്കെ, നെക്സ്റ്റ് ഇസ് ടാക്സേഷൻ. ടാക്സേഷൻ എന്ന് പറയുന്നത് എന്താ? ടാക്സ് ലയബിലിറ്റി, എന്താണ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻഹെറന്റ് ടാക്സ്, വാറ്റ്, ഇതിന്റെയൊക്കെ കമ്പ്യൂട്ടേഷൻ ആണെന്ന് പറയാ ടാക്സേഷൻ. ടാക്സേഷൻ കുറച്ചുകൂടി എന്താണ്, പ്രോബ്ലംസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പേപ്പർ ആണെന്ന് പറയാ ടാക്സേഷൻ പേപ്പർ. അതായത് ഇതിൽ കൂടുതലും പ്രോബ്ലംസ് ആണ്, കൂടുതലും അല്ല, ഒരു 70% അല്ലെങ്കിൽ 80% എന്താണ്, പ്രോബ്ലംസ് ആണ് എന്തിൽ വരാം, ടാക്സേഷനിൽ വരാം. ഓക്കെ, പിന്നെ ടാക്സേഷൻ എന്ന് പറയാം, ടാക്സേഷൻ കുറെ പേര് പറയും എനിക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആണെന്ന് പറയും. ബേസിക്കലി എന്തുകൊണ്ടാണ് ഇത് റൂളിനെ ബേസ്, അതായത് ഇപ്പോ 5% വാറ്റ്, അത് 5% തന്നെയാണ് എവിടെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും വാറ്റ് എത്ര തന്നെയാണ്, 5% തന്നെയാണ്. സോ അതിലൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വരില്ല, എന്താണോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്ന ഏത് പേപ്പറിലായിരിക്കും? ടാക്സേഷൻ പേപ്പറിലായിരിക്കും. നെക്സ്റ്റ് ഇസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ബേസിക്കലി നമ്മുടെ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിന്റെ ഒക്കെ ഒരു ബേസ് പറഞ്ഞിരുന്നത്, ജസ്റ്റ് എ ബേസ്. ഓക്കെ, ജസ്റ്റ് എ ബേസ് പറഞ്ഞു തരുന്ന ഒരു പേപ്പറാണ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. നമ്മൾ ഇതിന്റെ ഹയർ പേപ്പറിലാണ് കൂടുതലും ഓഡിറ്റിനെ പറ്റി പഠിക്കുന്നത്. ഓഡിറ്റിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓഡിറ്റ് ആൻഡ് അഷുറൻസിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ PM എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോളജ് ലെവലിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഹയർ ലെവൽ പേപ്പർ ആണെന്ന് പറയാ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇതിൽ ബഡ്ജറ്റിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്, അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, നമുക്ക് ഇത്ര കോസ്റ്റ് കിട്ടാൻ എത്ര സെല്ലിംഗ് പ്രൈസ് വേണമെന്ന് ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട സെല്ലിംഗ് പ്രൈസ് ഇന്ന് ഡിസൈഡ് ചെയ്യുക, അതാണെന്ന് പറയാ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഇന്ന് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന, അതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന പേപ്പർ ആണെന്ന് പറയാ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പേപ്പർ. സത്യം പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് പേപ്പർ ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അല്ലെങ്കിൽ ഹയർ പേപ്പറിലോട്ട് പോകുമ്പോൾ SBR എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ACC കഴിഞ്ഞ് നമ്മളൊരു ജോബ് നോക്കി, അതായത് നമ്മുടെ കരിയറിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ കൂടുതൽ വരുന്ന ഒരു പേപ്പർ ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതിന്റെ ബേസ് ലെവൽ ആയിരുന്നു നമ്മൾ എവിടെ നോളജ് ലെവലിൽ കണ്ട ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഹയർ പേപ്പർ ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ മേജർ ആയിട്ട് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഫിനാൻസിങ്. അതായത് നമ്മുടെ ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക. മനസ്സിലായി? ഏതൊരു ഓപ്ഷൻ A ആൻഡ് ഓപ്ഷൻ B എന്ന് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു പേപ്പറാണ്. ബേസിക്കലി ആ ഒരു തിയറി നോക്കുന്ന പേപ്പർ ആണെന്ന് പറയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. സോ ഇതാണ് അപ്ലൈഡ് സ്കിൽസിലെ പേപ്പർ, വിച്ച് ആർ ലോ, ടാക്സേഷൻ, ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, പെർഫോമൻസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലെവൽ 3, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ. ഓക്കെ, ഇതിൽ നമുക്ക് കമ്പൽസറി ആയിട്ട്, മാൻഡേറ്ററി ആയിട്ട് എല്ലാ സ്റ്റുഡൻസും ചെയ്യേണ്ട രണ്ട് പേപ്പറാണ് SBL ആൻഡ് SBR. എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട രണ്ട് പേപ്പറാണ് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഈ SBL എന്ന് പറയുന്നത് നമ്മൾ നോളജ് ലെവലിൽ BT, ബിസിനസ് ആൻഡ് ടെക്നോളജി എന്നൊരു പേപ്പറിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ആ പേപ്പറിന്റെ ഒരു ഹയർ ലെവൽ പേപ്പർ എന്ന് പറയാം SBL എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ACCയുടെ ഒരു ഫൈനൽ പേപ്പറായിട്ട് മിക്കവരും ഫൈനൽ പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പേപ്പർ ആണെന്ന് പറയാ SBL എന്ന് പറയാം. ഓക്കെ, ഇതിൽ ബിസിനസിനെ പറ്റിയും ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്, റിയൽ വേൾഡ് സിനാരിയോ എന്നൊക്കെ പറ്റിയായിരിക്കും പറയാ. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാമിന് മുമ്പ് തന്നെ നമുക്കൊരു പ്രീസീൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യന്റെ ബാക്ക്ഗ്രൗണ്ട്, ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി, ആ ഒരു ക്വസ്റ്റ്യന്റെ സിനാരിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ACCA ആ ക്വസ്റ്റ്യന് സിനാരിയോ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ആ സിനാരിയോ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകണം. വേറൊന്നും കൊണ്ടല്ല, ഇത് നമുക്ക് നേരത്തെ തരുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോവാൻ. ബട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ക്വസ്റ്റ്യൻ നേരത്തെ തരുന്നതാണോ? അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. SBL ക്വസ്റ്റ്യൻ നേരത്തെ തരുന്നതല്ല, ഒരു പ്രീസീൻ, ആ ഒരു ക്വസ്റ്റ്യന്റെ സിനാരിയോ, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നേരത്തെ തരും. ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് പെർഫോം ചെയ്യുന്നത്.
നെക്സ്റ്റ് SBR. SBR ഞാൻ നേരത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പേപ്പർ ആണ്. അതായത് നമ്മളെ കരിയറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് SBR എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ACC കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട നോളജ് എല്ലാം എവിടെ നിന്നാണുള്ളത്? ഈ FR എന്ന് പറയുന്ന പേപ്പറിലും SBR എന്ന് പറയുന്ന പേപ്പറിലും ആണ് ഉള്ളത്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു ട്രാൻസാക്ഷൻ ഏതൊരു സ്റ്റാൻഡേർഡ് വെച്ച് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത് എവിടെയാണ്? സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ SBR അല്ലെങ്കിൽ FR എന്ന് പറയുന്ന പേപ്പറിലാണ്. ഓക്കെ. പ്രൊഫഷണൽ ലെവൽ വരുമ്പം കമ്പാരിറ്റീവ്ലി ഒരു എന്താണ് ഈസിയസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു പേപ്പറാണ് SBR എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞു SBL ആൻഡ് SBR മാൻഡേറ്ററി പേപ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് കമ്പൽസറി ആയിട്ടും എല്ലാവരും ചെയ്യേണ്ട പേപ്പേഴ്സ് ആണ്. ഇനി 4 പേപ്പേഴ്സ് ഉണ്ട്. ഈ 4 പേപ്പേഴ്സ് ഓപ്ഷണൽ ആണ്. ഈ 4 പേപ്പേഴ്സിന് ഏതെങ്കിലും 2 പേപ്പേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏതാണോ ഓക്കെ ആണെന്ന് തോന്നുന്നു, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആണെന്ന് 2 പേപ്പേഴ്സ് മാത്രം നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. അതിൽ വരുന്ന പേപ്പേഴ്സ് ആണ് അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവൽ. അഡ്വാൻസ് പെർഫോമൻസ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞ പെർഫോമൻസ് മാനേജ്മെന്റ് അഡ്വാൻസ്ഡ് ലെവൽ. അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ആൻഡ് അഡ്വാൻസ്ഡ് ടാക്സേഷൻ. ഇതെല്ലാം നമ്മൾ എന്താണ് സ്കിൽ ലെവലിൽ പറഞ്ഞ പേപ്പേഴ്സിന്റെ ഹയർ പേപ്പേഴ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 പേപ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത എന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പൽസറി ആയിട്ട് SBR എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ കാര്യം പറഞ്ഞു. ഈ SBR പേപ്പറിന്റെ നോളജ് ആണ് ഏതിന് വേണ്ടത്? നമുക്ക് AAA അല്ലെങ്കിൽ അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന പേപ്പറിന് വേണ്ടത്. AA ഞാൻ പറഞ്ഞു, AA അതല്ലെങ്കിൽ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സ്കിൽ ലെവലിലെ ഓഡിറ്റ് ആൻഡ് അഷുറൻസിന്റെ ഹയർ പേപ്പർ ആണ് AAA അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കുട്ടിക്ക് AA ഇല്ലെങ്കിലും AAA പാസ്സാവാൻ പറ്റും. AAയുടെ നോളജ് ഇല്ലെങ്കിലും AAA പാസ്സാവാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് ഏതിന്റെ നോളജ് വേണം? SBRന്റെ നോളജ് വേണം. SBR ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ പെർഫോമിംഗ് ഏത് പേപ്പർ? AAA എന്ന് പറയുന്ന പേപ്പർ. അതായത് നമ്മൾ SBR സ്റ്റാൻഡേർഡ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഇവിടെ എന്താണ് പഠിക്കുന്നത്? ആ സ്റ്റാൻഡേർഡ്സിലൂടെ എങ്ങനെ ആ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഓഡിറ്ററിന്റെ പെർസ്പെക്ടീവിൽ നോക്കുന്ന പേപ്പറാണെന്ന് പറയാ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് APM ആൻഡ് അഡ്വാൻസ് ടാക്സേഷൻ. ഓക്കെ. ഇനി ദിവ്യ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇപ്പോ 13 പേപ്പർ കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് പേപ്പർ തൊട്ട് ലാസ്റ്റ് പേപ്പർ വരെ എഴുതി കംപ്ലീറ്റ് ആകുമ്പോൾ ആ സ്റ്റുഡന്റ് ആവുന്ന എന്താണ്? ACCA അഫ്ലിയേറ്റ്. ഓക്കെ. ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ബോർഡ്, ഹീസ് ആൻ അഫ്ലിയേറ്റ്. ഓക്കെ. ഒരു അഫ്ലിയേറ്റ് ആവുന്നു. ഇനി മെമ്പർ ആവാൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മാം പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ട് ഇന്ത്യൻ CA ചെയ്യുമ്പോൾ അവർക്ക് ഫൗണ്ടേഷൻ ലെവൽ അല്ലെങ്കിൽ ഇന്റേൺ ലെവൽ കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. എനിക്ക് കറക്റ്റ് അറിയില്ല, 2 years ആണെന്ന് തോന്നുന്നു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബോർഡ് നമുക്ക് കമ്പൽസറി ആയിട്ട് അങ്ങനെ ഒരു റിക്വയർമെന്റ് പറയുന്നില്ല. ബട്ട് എന്താണ്, മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഇടയ്ക്കായാലും, അതായത് ACCA ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ACCA കഴിഞ്ഞിട്ടായാലും മൊത്തത്തിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണം? 3 years കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് നമുക്ക് വേണം. എന്തിന്? മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. മനസ്സിലായില്ലേ? അതിപ്പോ ACCA കഴിഞ്ഞിട്ട്, അതായത് 13 പേപ്പറും കഴിഞ്ഞിട്ട് ഓക്കെ ACCA കഴിഞ്ഞ് ഞാൻ അഫ്ലിയേറ്റ് ആയി, എനിക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് 3 വർഷം പോയ കമ്പനിയിൽ വർക്കും ചെയ്യാം. അതുപോലെ ACCA ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായാലും വർക്ക് ചെയ്യും. അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. ACCA ബോർഡ് അങ്ങനെ ഒരു റിക്വയർമെന്റ്, അതായത് കഴിഞ്ഞിട്ടേ ചെയ്യാവൂ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ചെയ്യണം, അങ്ങനെ ഒരു റിക്വയർമെന്റ് ഒന്നും ആരും പറയുന്നില്ല. ACCA പറയുന്നില്ല. ഓക്കെ. ഇനി ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം പോരാ, എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആക്ച്വലി ഇതൊരു ചെറിയൊരു എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അത് നമുക്ക് ഓൺലൈൻ തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പേപ്പറാണ്. ആ ഒരു പേപ്പർ കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ACCA മെമ്പർഷിപ്പ് കിട്ടുക. ഓക്കെ. അപ്പൊ നമ്മുടെ 13 പേപ്പർ ഓൾസോ 3 years എക്സ്പീരിയൻസ് ആൻഡ് ദിസ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുക? ഒരു ACCA മെമ്പർ ആവുക. ഓക്കെ. Next is duration of ACCA. എത്ര നാളെ? ഹലോ, കേട്ടില്ല.
ഡ്യൂറേഷൻ ഓഫ് ACC. ഫർസിന് മ്യൂട്ട് ചെയ്യാവോ ഫർസിൻ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ACC. നമ്മുടെ ACC ചെയ്യാൻ എത്ര വർഷം വേണം? നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ACC എടുക്കാൻ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആയി നിങ്ങൾ കുറെ ആഡ് കാണുന്നുണ്ടാവും അല്ലെ, ടു ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, 2 years ലൈഫ് സെറ്റിൽ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ് കാണുന്നുണ്ടാവും അല്ലെ. ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് അല്ലെ, 2.5 വർഷത്തിൽ ലൈഫ് സെറ്റ്, എങ്ങനെ ലൈഫ് സെറ്റ് ആവാനുള്ളതുണ്ട്. പക്ഷെ അങ്ങനല്ല, ഒരുപാട് പേര് 2.5 years അല്ലെങ്കിൽ 3 yearsന് അകത്ത് ACC കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അതിനുള്ളിൽ തന്നെ ജോബ് കിട്ടുന്നവരും ഉണ്ട്, അതും ബിഗ് 4 ജോബ് കിട്ടുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഈ ACC എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാരകമായ വലിയൊരു സംഭവം അല്ല. മനസ്സിലായില്ലേ? ഒരാള് മര്യാദയ്ക്ക് ഇരുന്ന് ഓരോ പേപ്പറും ഇരുന്ന് പഠിച്ചാൽ പാസ്സാവാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ACCയുടെ പ്രത്യേകത എന്താ? നമുക്ക് ഒരു പേപ്പർ എഴുതിയാൽ മതി. ഇന്ത്യൻ CA ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാ, അവർക്ക് ഓരോ സെറ്റ് ഓഫ് പേപ്പേഴ്സ് ആണ്, ഓരോ ഗ്രൂപ്പിൽ തന്നെ എത്ര പേപ്പറാണ് ഉള്ളത് അല്ലെ. നമുക്ക് അങ്ങനെയാണോ? അല്ല, അറ്റ് എ ടൈം പേപ്പർ, ആ ഒരൊറ്റ പേപ്പർ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ACC നമ്മൾ പഠിക്കുന്ന പേസിനനുസരിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ മര്യാദയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 3 years നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് പറ്റുന്നില്ല, മീൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 years പോകും. ഓക്കെ, ഇനി നമ്മുടെ ACCയുടെ എക്സാംസ് വരുന്നത് ഒരു ഇയറിൽ 4 എക്സാംസ് ആണ് വരുന്നത്. അതായത് ക്വാർട്ടർലി എക്സാംസ് ആണ് ACCക്ക് ഉള്ളത്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബറിൽ 4 എക്സാംസ് ആണ് ഉള്ളത്. 1 പേപ്പർ മാത്രമായിട്ട് നമുക്ക് എത്ര പേപ്പർ വേണോ അത്രയും പേപ്പർ വെച്ച് നമുക്ക് എക്സാം എഴുതാം. നമുക്ക് 2 പേപ്പർ വെച്ച് എഴുതാം, 3 പേപ്പർ വെച്ച് എഴുതാം. ഇതിനെല്ലാം നമ്മുടെ ഇന്ത്യൻ CA പോലെ അല്ല, ബട്ട് നമുക്ക് കുറച്ച് എന്ത് കൂടുതലാണ്, ഫീസ് കൂടുതലാണ് അല്ലെ. നമുക്ക് ഓരോ എക്സാമിനും 15,000, 16,000, 17,000 അങ്ങനെ ഫീസാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പേപ്പർ വെച്ച് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. 2 പേപ്പറും 3 പേപ്പറും എഴുതി വെറുതെ പൈസ കളഞ്ഞ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഓരോ പേപ്പർ വെച്ച് ഓരോ ടോട്ടലായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ 2 to 3 years എന്തായാലും നിങ്ങൾക്ക് ACC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എവിടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കണം എന്നൊന്നും ACC ഇതുവരെ പറയുന്നില്ല. ബട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒറ്റയ്ക്ക്, നമുക്കറിയാം, നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഓൺലൈനിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് ഈ റെക്കോർഡിങ്സ് എല്ലാം പൈലപ്പ് ചെയ്ത് നമുക്ക് തന്നെ വലിയൊരു അല്ലെ, ഒരു ബണ്ടിൽ ഓഫ് ഇതായി മാറും അല്ലെ. അപ്പോ നമ്മൾ സെൽഫ് സ്റ്റഡിയും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, നമുക്ക് എപ്പോഴും ഒരു ബാക്കിൽ ഒരു പുഷ് ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് അവിടെ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ കിട്ടി പഠിക്കുമ്പോൾ ആ ഒരു ഫ്ലോയില് കറക്റ്റ് ആയിട്ട് പോകും. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം അല്ലെ. അപ്പൊ അത്രയും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവർ ഏറ്റവും ബെറ്റർ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് അവിടെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡ്യൂറേഷൻ ഓഫ് ACC 2 to 3 years. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 yearsനുള്ളിൽ ACC കംപ്ലീറ്റ് ചെയ്യാം. ഓൾസോ നമുക്ക് 10 years വരെയാണ് എന്തുള്ളത്, ഈ ACC. അതായത് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എത്ര നോക്കിയിട്ടും കിട്ടുന്നതല്ല, നമുക്ക് പഠിച്ചിട്ടും പാസ്സാവുന്നില്ല. ബട്ട് 10 years വരെയാണ് എന്തുള്ളത്, ടൈം ഉള്ളത്. അതിനുള്ളിലാണ് നമ്മൾ ഈ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 years എക്സ്പീരിയൻസും ഈ 13 പേപ്പറും EPS അതായത് എത്തിക്സിലെ ആ പേപ്പറും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ACC തരുന്ന ടൈം പീരീഡ് എത്രയാണ്, 10 years ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ACC കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും, അതായത് ACC കോഴ്സ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബിനാറിന്റെ ലാസ്റ്റ് നമുക്ക് Q&A സെക്ഷൻ ഉണ്ട്, അപ്പോ ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ എല്ലാവർക്കും ACCയുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചും ACC എന്താണെന്നും ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി ACCയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താന്ന് നോക്കാം. അതായത് ACC കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എവിടേക്ക് ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമ്മുടെ ഫാക്കൽറ്റി ആന്റണി സർ പറയുന്നതായിരിക്കും. സോ ആന്റണി സർ. താങ്ക് യു ആദ്യ മാം. ഐ ഹോപ്പ് മൈ വോയിസ് ഇസ് ക്ലിയർ. വോയിസ് എല്ലാവരും കേൾക്കാവോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ് സാർ, യെസ് സാർ. കേൾക്കാം. ഓക്കെ. ഇനീഷ്യലി ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ലെറ്റ് മീ ഗിവ് എ ഇൻട്രോ ഓഫ് മൈസെൽഫ്. എൻ്റെ പേര് ആന്റണി ജസ്റ്റിൻ ജോസഫ്. ഞാൻ ഒരു 2 to 3 years ആയിട്ട് നമ്മുടെ ACCA ടീച്ചിങ് ഫീൽഡിലുണ്ട്. സോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആൻഡ് സ്കിൽ ലെവലിലെ പേപ്പേഴ്സ് ആണ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് അഷുറൻസ് ആണ് മേജർലി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഞാൻ ചോദിക്കട്ടെ ഇതില്, ഹായ്, സോ ഇതിൽ ആരൊക്കെ ഉണ്ട് ഫുൾ ടൈം സ്റ്റുഡന്റ്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒന്ന് വോയിസ് ഒക്കെ ഓൺ ആക്കി ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ആരൊക്കെ ഉണ്ട് ഫുൾ ടൈം സ്റ്റുഡൻസ്? അറിയില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്തിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ACCA പോലെയുള്ള ഒരു കോഴ്സ് എടുത്ത് കരിയർ ഒന്ന് എലിവേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആരൊക്കെ ഉണ്ട്? ഹാൻഡ് റൈസ് ചെയ്യല്ലേ? നിങ്ങളൊന്ന് വോയിസ് ഒക്കെ ഓൺ ആക്ക്. ലെറ്റ്സ് മേക്ക് ദിസ് എ എൻഗേജിങ് സെഷൻ അല്ലേ? ഹായ്. ഹലോ. ഓക്കെ. നഹീമുദ്ദീൻ അല്ലേ? നഹീമുദ്ദീൻ വർക്ക് ചെയ്യുവാണോ? ഇപ്പോ ഇല്ല, ഇപ്പൊ വർക്ക് ആക്കുന്നില്ല. പക്ഷെ വർക്ക് ആയിക്കൊണ്ടായിരുന്നു ഇവിടെ UAE മുമ്പ്. ഓ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ACCA എടുത്ത് ലൈക്ക് ഇപ്പൊ ACCA പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞതാണോ, അല്ലെങ്കിൽ ACCA ഒന്ന് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണോ? ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. മീൻസ് ഓൾറെഡി ക്ലാരിഫൈ ബാക്കിലായിരുന്നു. അതെ. വാട്ട് അബൌട്ട് എബിൻ, ഗൂഗിൾ? ഹലോ. ഹായ്. ഹായ്, ഞാനിവിടെ UAE വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പോ UAE അക്കൗണ്ട്സിന് അറിയാലോ, കോമ്പറ്റീഷൻ കൂടുതലാണ്. ഞാൻ ഡിഗ്രി BCom ആണ്. ബട്ട് BCom വെച്ച് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇത് വേണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ACCA കുറിച്ച് അറിയുന്നത്. ബട്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോ ഞാനപ്പോ അതുകൂടെ അറിയണം, അത് പഠിക്കണം, ഇങ്ങനെ ആഗ്രഹം വെച്ച് ഞാൻ വന്നതാണ്. ഓ ഫൈൻ ഫൈൻ. ചിഞ്ചു ഓൾസോ വർക്കിംഗ് അറ്റ് UAE അല്ലേ? ഗൂഗിൾ, വാട്ട് അബൌട്ട് ഗൂഗിൾ? ഓക്കെ. ചിഞ്ചു കറന്റ്ലി ഞാൻ UAE വർക്കിംഗ് ആസ് കറന്റ്ലി വർക്കിംഗ് ആണ്. 5 years ആയി ഇവിടെ. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഞാനും ഡിഗ്രിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലായി. യെസ്, നമ്മളെപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ചെയ്താലാണ് നമുക്കാണെങ്കിലും കരിയറിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അതെ 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 അതെ. ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? യാ, ഗൂഗിൾ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഞാനും വർക്ക് ചെയ്യുന്നത് UAE തന്നെയാണ്. ഞാനിപ്പോൾ 1 year UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനും ഒന്ന് കുറച്ചുകൂടി സീനിയർ പൊസിഷനിലോട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനും ഒരു ഹൈക്കും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അല്ലേ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോഴും ഒരു 5 വർഷം നാട്ടിലൊരു 5 വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പോഴും ഈ ഡാറ്റ എൻട്രി അവിടെ പിന്നെയും ഇത്തിരി കൂടി സീനിയർ ലെവലിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇപ്പോൾ നല്ല കോമ്പറ്റീഷനുമാണ്. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ആവാന്ന് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് നാളായി ഞാൻ ആക്ച്വലി ആലോചിക്കുന്നത് ACCA ചെയ്യാ. പക്ഷെ ഇപ്പോഴാണെന്ന് ടൈം കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോഴാണ് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് വന്നത് അല്ലേ? ഓ ഫൈൻ 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 ഫൈൻ. അപ്പോ നമ്മൾ ആദ്യം പറയാൻ പോണത് വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആഫ്റ്റർ യു ബിക്കമിങ് ആൻ ACCA അഫിലിയേറ്റ് ഓർ ആൻ ACCA മെമ്പർ? നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് സീസ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനീഷ്യലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? കാണാവോ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ACCA മാറ്റർ ചെയ്യണോ, അല്ലെങ്കിൽ ACCA എന്നാണ് തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അത് ഓൾറെഡി ദിവ്യ മാം ആൻഡ് ആദ്യ മാം നല്ല ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ
ലെറ്റ്സ് മൂവ് ടു ദ കോർ. അപ്പൊ നമ്മള് ആക്ച്വലി ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എവിടെ എത്തിക്കണു, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പൊസിഷനിലേക്ക് മുന്നോട്ട് പോവാം എന്ന് നമ്മളെ ആക്ച്വലി ചൂസ് ചെയ്യിപ്പിക്കണേ. നമ്മൾ ACCA ക്വാളിഫിക്കേഷൻ പഠിക്കുമ്പോൾ ജസ്റ്റ് ലൈക്ക് എ റെഗുലർ ഡിഗ്രി, അല്ലെങ്കിൽ നമ്മളൊരു BCom ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണോ, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള പേര് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ ACCA അപ്രോച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഇറ്റ് ജസ്റ്റ് ബീയിങ് ആൻ അനദർ കോഴ്സ് ജസ്റ്റ് ടു ആഡ് ടു യുവർ നെയിം, അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ACCA എന്നുള്ള ആ ഒരു കോഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും ACCA ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. 2027 സെപ്റ്റംബറിൽ നമ്മുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ACCAയുടെ നമ്പർ ഓഫ് പേപ്പേഴ്സ് 13 നിന്ന് 11 വരുന്നു. ഇപ്പോൾ ഒരാൾ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് 3 ആയിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. 3 ആയിട്ട് ഉറപ്പായിട്ട് മാറുന്നുണ്ട്. 2 മാൻഡേറ്ററി പേപ്പറും ഒരു ഓപ്ഷണൽ പേപ്പറിലേക്കും ചേഞ്ച് ആകുന്നുണ്ട്. സോ നമ്മുടെ ACCA എപ്പോഴും അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഓറിയന്റഡ് സ്കിൽസ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് അത് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണേ. ആ കോവിഡ് ഒക്കെ വന്ന ടൈമിൽ ലൈക്ക് AI ഒരു ഇൻവേഷൻ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പേരുടെ ജോലി പോണ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായില്ലേ, ലേ ഓഫ് ഒക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ് എടാ, കേൾക്കുന്നില്ലടാ? ഓക്കെ. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂസിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ACCA അവരുടെ കോഴ്സ് സ്ട്രക്ചർ ഒക്കെ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്ഗ്രേഡബിൾ ആയിട്ട് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. സോ നമ്മൾ ACCA അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും ഒരു അപ്ഗ്രേഡ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം. ഓക്കെ. സോ ഇനീഷ്യലി അവർ പറയേണ്ടത് ഗ്ലോബൽ റെക്കഗ്നീഷൻ. നമ്മൾ തന്നെ ഇപ്പൊ UAE നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഇപ്പൊ പറഞ്ഞു UAE വർക്ക് ചെയ്യണം, അവിടെ ഒരു അപ്ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വി ഡു ഹാവ് മൾട്ടിപ്പിൾ കൺട്രീസ് ടു വർക്ക്. അപ്പോ അത് തന്നെയാണ് ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വെദർ വി വാണ്ട് ടു റീലൊക്കേറ്റ് ടു അനദർ കൺട്രി ഓർ നോട്ട്, നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് അവിടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കൊരു ഓർഗനൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ ദ നെക്സ്റ്റ് തിങ് ഇസ് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്. എപ്പോഴും നമ്മുടെ ഒരു ചെറിയ കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഒരു MNC വരെ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് എ നീഡ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ. ഫൈനാൻസ് പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഫേമോ ഇല്ല. അപ്പോ അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സ്കിൽസ് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ശ്രമിക്കണേ. സോ ആ ഇൻഡസ്ട്രി ഡിമാൻഡിലേക്ക് നമ്മുടെ ACCA ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട്. വി ഡു നോ അനദർ കോഴ്സസ്. പക്ഷേ ACCA പോലെ ഇപ്പൊ ഒരു അപ് ടു ഒരു 2 to 3 years ഇത്ര ബൂമിങ് വരാനുണ്ടായ കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ACCAയുടെ കോഴ്സ് സ്ട്രക്ചറും ACCAയിൽ പഠിപ്പിക്കുന്നതും നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഒരുപാട് കണക്റ്റഡ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ വെദർ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഇന്ത്യൻ CA ഉണ്ട്, CMA ഉണ്ട്, ഇതൊന്നും ഇല്ലാത്ത ഒരു അഡീഷണൽ പുഷ് നമ്മുടെ ACCAക്ക് വരുന്നതിന്റെ കാരണം there are the multiple opportunities that we could seize out. നമുക്ക് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ UAE ആയിക്കോട്ടെ, ഞാനത് ഓൾറെഡി ഇവിടെ വരുമ്പോൾ പറയാം എന്തായാലും ഏതൊക്കെ കൺട്രീസ് ആണ് നമുക്ക് ബെസ്റ്റ് ടു കൺസിഡർ ആഫ്റ്റർ ഡൂയിങ് ദ ACCA. ദെൻ ദ കരിയർ ഗ്രോത്ത്. ഓഫ് കോഴ്സ് നമ്മൾ ചിലർ പറഞ്ഞ പോലെ ലൈക്ക് നമ്മുടെ ഒരു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഒരു BCom കഴിഞ്ഞ ഒരാൾക്ക് ആ BComന്റെ കൂടെ അല്ലെങ്കിൽ BComന്റെ അപ്പുറം നമുക്കൊരു അപ്ഗ്രേഡഡ് പൊസിഷനിലേക്ക് മാറാനും നമുക്ക് ACCA പോലെയുള്ള എൻട്രി ലെവൽ ജോബിൽ നിന്ന് സീനിയറിലേക്ക് മാറാനായിട്ട് സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ആണ് നമ്മുടെ ACCA എന്ന് പറയുന്നത്. പിന്നെ ദ വെരി ഫോർത്ത് തിങ് അല്ലെങ്കിൽ ദ വെരി നെസസറി തിങ് ദാറ്റ് വി നീഡ് ടു കൺസിഡർ ഇസ് ദ സ്ട്രാറ്റജി സ്കിൽസ് ദാറ്റ് വി ആർ ഏണിംഗ് ഡ്യൂറിംഗ് വി സ്റ്റഡിങ് ACCA. നമ്മൾ എന്തൊക്കെ സ്കിൽസ് ആണ് ആക്ച്വലി നമ്മൾ നേടിയെടുക്കണേ? റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് ഒരു ക്ലയന്റ് വരുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങി നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഫൈനാൻഷ്യലി എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ഒരു വിസ്ഡം നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യണു എന്ന് നമ്മൾ പഠിക്കുന്ന രീതിയും കൂടിയാണ് നമ്മുടെ ACCAയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ദെൻ നമ്മൾ ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എൻട്രി ലെവൽ ജോബ് റോൾസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ്, ദെൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ബേസിക്കലി നമ്മുടെ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, റെക്കറിംഗ് ആയിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് വെച്ചാൽ ബെറ്റർ ടു ഗീവ് എ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ബെറ്റർ ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ദ അനാലിസിസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. ദെൻ ബിസിനസ് കൺസൾട്ടന്റ്, ഓഡിറ്റർ. ഓഡിറ്റർ ആയിരിക്കും ഭൂരിഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. ഓഡിറ്റ് അസോസിയേറ്റ് എന്നുള്ള റോളാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും എൻട്രി ലെവൽ ജോബിലേക്ക് നമ്മളെല്ലാവരും കയറാനായിട്ടൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാറ്. നെക്സ്റ്റ് വൺ ഇസ് ദ ടാക്സ് കൺസൾട്ടന്റ്, റിസ്ക് കൺസൾട്ടന്റ് ആൻഡ് ദ മാനേജ്മെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നമ്മുടെ
MA എന്നുള്ള പേപ്പർ ആദ്യമേ നല്ല ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഷെഡ്യൂളിംഗ് ചെയ്യുക, അടുത്ത ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ ട്രെൻഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ചെയ്യുന്ന ജോലി. ദീസ് ആർ ദ എൻട്രി ലെവൽ റോൾസ് ദാറ്റ് യു കുഡ് കൺസിഡർ ആഫ്റ്റർ ബിക്കമിങ് ആൻ അഫിലിയേറ്റ്, അല്ലെങ്കിൽ ഒരു പാർട്ട് ക്വാളിഫൈഡ് ആയതിനു ശേഷം. ഈവൻ ഇപ്പോൾ BCom കഴിഞ്ഞ ഒരാൾ ACCA പാർട്ട് ക്വാളിഫൈഡ് ആകുമ്പോൾ തന്നെ there are multiple opportunities in the market that we could consider. അപ്പോൾ നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു 7 to 8 റോൾസ് ആണ് ബിഗിനിങ്ങിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റിയ റോൾസ് ആയിട്ട് ഞാൻ കണ്ടെത്തിയത്. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ബിഗ് 4 ഫേംസ്. എല്ലാവരും ബിഗ് 4 കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ ഇല്ലേ? യെസ്, ബിഗ് 4 ഫേംസ് ആണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഫൈനാൻഷ്യൽ ജയൻസിനൊക്കെ കൺസൾട്ടിങ് കൊടുക്കണ നമ്മുടെ ബിഗ് 4 ആണ് ഓൾവേസ് ഒരു ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യണേ. നമ്മളൊരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്റ്റേജിൽ നമ്മളൊരു ടോപ്പ് ടയർ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. അപ്പോ നമുക്ക് 4 ബിഗ് 4 ആണ് വരുന്നത്. വൺ ഇസ് ദ EY, KPMG, Deloitte ആൻഡ് PwC. അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ അഖിലെ ഞാൻ പറയാട്ടോ, എക്സെപ്ഷൻ റൂട്ടിൽ വന്നവർക്ക് ഉള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ 4 മേജർലി ഉള്ള ബിഗ് 4 ഫേംസിലാണ് നമുക്ക് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് ദ പേ ഗ്രേഡ് ഓർ നോട്ട്, വെദർ ദ പേ ഗ്രേഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് അപ്സ്കില്ല് ചെയ്യണ കാര്യം നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണ ദ ബിഗ് 4 ഫേംസ് ആർ EY, KPMG, Deloitte ആൻഡ് PwC. ഇവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ മേജർലി 2023 to 25 കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന റോൾസ് ആണ് ഓഡിറ്റ് അസോസിയേറ്റ്, ടാക്സ് കൺസൾട്ടന്റ്, റിസ്ക് അഡ്വൈസറി ആൻഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറി. ഈ റോൾസിലേക്കാണ് ഭൂരിഭാഗവും നമ്മുടെ ഹയറിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 ബിഗ് 4ന്റെ പേരും റിസൾട്ടിങ് റോൾസിന്റെ പേരും ഞാൻ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ വെദർ BCom കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും ഇഫ് ദേ ആർ ഹയറിംഗ് ഇൻ എ പൊസിഷൻ ഓഫ് ഓഡിറ്റ് അസോസിയേറ്റ്, നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാനായിട്ട് നോക്കണം. ദെൻ ഇതാണ് നമ്മുടെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ബെറ്റർ ടു ചൂസ് അതർ ദാൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ക്യാപിറ്റൽ കൺട്രി ആയിട്ടുള്ള UK, പിന്നെ നമ്മുടെ UAE, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള കൺട്രീസ് ആണ് മേജർലി, സിംഗപ്പൂർ, ഇത്രയും കൺട്രീസ് ആണ് മേജർലി നമുക്കൊരു റീലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരു ACCA ക്വാളിഫൈഡ് ആയതിനു ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഇൻ ടൈംസ് ഓഫ് സാലറി അല്ലെങ്കിൽ ഇൻ ടൈംസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ബെറ്റർ ടു കൺസിഡർ എന്നുള്ളത് ഈ കൺട്രീസ് ഒക്കെയാണ്. then it is the salary potential. നമുക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ നമ്മുടെ അറ്റ് ദ എൻഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഫൈനാൻഷ്യലി നോക്കണേ അല്ലേ? ഇത് ഞാനും ദിവ്യാമിസ് മാത്രം റെസ്പോണ്ട് ചെയ്തിട്ടില്ലേ? ബാക്കി ആരും എന്തൊന്നും പറയാത്തെ? ഗൂഗിളെ, എബിനെ, എല്ലാരും നമ്മള് നോക്കണേ എന്താടാ അറ്റ് ദ എൻഡ്? സാലറി അല്ലേ? അറ്റ് ദ എൻഡ് നമുക്ക് എന്ത് വേണം? സാലറി വേണം. നമ്മൾ പഠിക്കണോണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ACCA എന്ന് പറയുന്ന കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെൽഫായിട്ടും നല്ല പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ആണ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI എന്താ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കണേ. സോ ദിസ് ഈസ് ദ ബേസിക് ലെവൽ ദാറ്റ് ഐ ഹാവ് സോർട്ടഡ് ഹിയർ. നമ്മുടെ എൻട്രി ലെവൽ റോൾസ് നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദ LPA സ്റ്റാർട്ടിംഗ് ഫ്രം 4 to 8. അത് നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ ഫേംസ് ആയിട്ട് അത് വേരി ചെയ്യും. കാരണം EY, KPMG, Deloitte, PwC പോലെയുള്ള ഫേംസിലാണ് ഈ 4 lakhs to 8 lakh per year എന്നുള്ള പാക്കേജ് എൻട്രി ലെവൽ ജോബ്സിൽ വരുന്നത്. നമ്മുടെ ഒരു മിഡ് ടയർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഫേംസിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അത്ര വലിയ ആ ഒരു പേ ഗ്രേഡ് വരത്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മൈ സജഷൻ ഈസ് ടു ഗ്രാബ് ദ സ്കിൽസ് ഫസ്റ്റ്. അപ്പോൾ ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പിലൊക്കെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്കിംഗ് ആയവരോടല്ല ഞാൻ പറയണേ, ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു കരിയർ ACCA കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് സ്കിൽസ് ഗ്യാദർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ യു കുഡ് നെഗോഷിയേറ്റ് വിത്ത് യുവർ സ്കിൽസ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ EY, KPMG, Deloitte, PwC തന്നെയാണ്. ഇതാണ് ഞാൻ ആ എൻട്രി ലെവൽ റോൾസിലെ പാക്കേജും മിഡ് ലെവൽ റോൾസിലെ പാക്കേജും സീനിയർ ലെവൽ റോൾസിലെ പാക്കേജും. പിന്നെ നമുക്ക് ഇപ്പോൾ ACCA കംപ്ലീറ്റഡ് വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡയറക്ട്ലി ആ മിഡ് ലെവൽ പ്രൊഫഷണൽസിലേക്ക് ഡയറക്ട്ലി കൺസിഡർ ചെയ്യാം. കാരണം ദേ ഡു ഹാവ് ദ സ്കിൽസ്, ദേ ഡു ഹാവ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദേ ഡു ഹാവ് ദ പൊസിഷൻ.
അപ്പോ നമ്മള് എൻട്രി ലെവലിലേക്ക് വരുന്ന ഒരു ഫുൾ ടൈം സ്റ്റുഡന്റ് ഒരു ACC അഫിലിയേറ്റ് ആയതിനു ശേഷമാണ് എൻട്രി ലെവലിലേക്ക് മാറുന്നത്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്, ഓൾറെഡി 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഡയറക്ട്ലി അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റിലേക്ക് PER-ലേക്ക് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഡയറക്ട്ലി നിങ്ങൾക്ക് ACC അഫിലിയേറ്റ് ആവുന്നതിന്റെ കൂടെ തന്നെ ഒരു ACC മെമ്പറോ ആയി മാറാൻ പറ്റും. ദാറ്റ് ഇസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഫോർ ദ വർക്കിംഗ് പ്രൊഫഷണൽ. സോ ഇത്രയാണ് ബേസിക്കലി ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എന്താണ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ യു കംപ്ലീറ്റിംഗ് ദ ACC, നിങ്ങൾക്ക് എന്താ കിട്ടണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം നമുക്ക് ഏതൊക്കെ കൺട്രീസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ റോൾസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ റോളിലേക്ക് പോകുമ്പോൾ ചുമ്മാ ACC കംപ്ലീറ്റ് ചെയ്തത് മാത്രമല്ലാതെ ഞാൻ എന്താണ് സ്കിൽസ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് വിചാരിച്ചത്. എല്ലാവരും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ 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 ഫൈൻ ഫൈൻ. ആദ്യ മാം. യെസ്. സോ നിങ്ങൾക്ക് ഒരു ACCയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, എങ്ങനെയാണ് ACC ഒരു നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ആ ഒരു സ്റ്റഡി റുട്ടീൻ അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണെന്ന് സർ ഇപ്പോൾ പറയും. ഓക്കെ, കാണാവോടാ? സ്ക്രീൻ കാണാവോ എല്ലാവർക്കും? യെസ് സർ. യെസ്. സോ നമ്മള് ഇത്ര നേരം കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ പറഞ്ഞേ. ഒരു ACC മെമ്പർ ആയതിനു ശേഷം എന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ACC അഫിലിയേറ്റ് ആയതിനു ശേഷം എന്ത് കിട്ടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞേ അല്ലെ. നമ്മൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംസാരിച്ചു. ACC എപ്പോഴും അവരുടെ ലോഗോയിൽ കൊടുത്തിരിക്കണ എന്താ? തിങ്ക് അഹെഡ് എന്നല്ലേ അല്ലേ? എല്ലാവരും ലോഗോ കണ്ടിട്ടില്ലേ? തിങ്ക് അഹെഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞത്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ആഫ്റ്റർ ബിക്കമിങ് ആൻ ACC. ഇനി നമ്മൾ പറയാൻ പോണത് എങ്ങനെ ഒരു ACC-നെ അപ്രോച്ച് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ലൈക്ക് ഒരു 5 years ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെ അവർ റീകൺസിഡർ ചെയ്യണത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റിലേക്ക് എനിക്ക് മാറണം എന്ന് ചിന്തിക്കണത് മേ ബി അവർക്ക് അപ് സ്കില്ല് ചെയ്യേണ്ട ഒരു ടൈമിൽ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണേ. അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു 3-4 വർഷമൊക്കെ ഈ പഠിത്തം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിരിക്കുമായിരിക്കും അല്ലെ. വീണ്ടും പഠിത്തത്തിന്റെ ആ ട്രാക്കിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ there is a difficulty ഇല്ലേ? എല്ലാരും പറ, നിങ്ങളോട് ചോദിക്കണേ. നമുക്ക് എന്തായാലും ഒരു ഡിഫിക്കൽട്ടി സ്റ്റേജ് ഉണ്ട്. നമുക്ക് ആ ഡിഫിക്കൽട്ടി സ്റ്റേജ് എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെയാണ് ACC-നെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോണേ. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മുടെ ACC-യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത കോമൺ പിറ്റ്ഫാൾസ് ഞാൻ ആദ്യം പറയാം. എല്ലാവരും പഠിക്കും. ഇപ്പോ മഗപ്പ് ചെയ്ത് പഠിക്കണ കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷെ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാനായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ലാക്കിംഗ് മൂലം, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ലോജിക്കലി മനസ്സിലാക്കി പഠിക്കാത്തത് മൂലമാണ്, അല്ലെങ്കിൽ എക്സാം സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട്, എക്സാമിന് ടൈം മാനേജ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പറ്റിയില്ല. ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് കോമൺലി കുട്ടികൾ ACC ക്ലിയർ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യണേ. സോ ആ കോമൺ പിറ്റ്ഫാൾസ്, നമ്മൾ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. സെയിം കണ്ട ക്ലാസ് തന്നെ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അതല്ല നമ്മൾ ACC-യിൽ ഒരിക്കലും ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. ദർ ഇസ് ആൻ റിസോഴ്സ് കോൾഡ് സ്റ്റഡി ഹബ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റഡി ഹബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ACC തന്നെ ഒരു ഓൺ റിസോഴ്സ് വന്നിട്ടുണ്ട്. അവിടെ സ്റ്റഡി ടെക്സ്റ്റ് ഉണ്ട്, ഫ്ലാഷ് കാർഡ് ഉണ്ട്. അങ്ങനെയുള്ള നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റിസോഴ്സസ് നമ്മുടെ ACC തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി നിങ്ങളൊരു ACC-യുടെ പേപ്പർ ഫ്രം BT, നമുക്ക് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേപ്പർ തന്നെ പറയാം. ഇപ്പോ ശരി, കുറെ ഒരു എക്സംഷൻ കഴിഞ്ഞാൽ ശരി, ലെറ്റ്സ് ടേക്ക് FR. ഞാൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗിലേക്ക് കടന്നു വരുമ്പോൾ കുറെ ഒരു 4 പേപ്പർ എക്സംഷൻ കഴിഞ്ഞ് സ്കിൽ ലെവലിലേക്ക് കടന്നു വരുമ്പോൾ ദേ ആർ തിങ്കിങ് ലൈക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിക്കാം, അല്ലെങ്കിൽ ക്ലാസ് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഐ കുഡ് ഏബിൾ ടു പാസ് ദ ACC. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഓൾറെഡി നമ്മുടെ മനസ്സിൽ ബിൽഡ് ആവും. മേ ബി നമുക്കത് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസസും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മുടെ ഡിസിപ്ലിൻഡ് സ്റ്റഡി പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മുടെ ACC-യെ ക്ലിയർ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഫസ്റ്റ് വൺ ആണ് ദ ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ദാറ്റ് വി ആർ ആക്ച്വലി റിക്വയർഡ്? എന്താ ഞാൻ പറഞ്ഞേ, നമ്മൾ എക്സാമിൽ ഒരു റിയൽ വേൾഡ് അപ്രോച്ച് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗിലേക്ക് വരുമ്പോൾ കുറെ ഫ്രെയിം വർക്ക് നിങ്ങൾ പഠിക്കുമെങ്കിലും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ലോജിക്കലി ആലോചിക്കണം. ശരി, ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് എടുത്തു, ആ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്, ഇത് ഞാൻ പഠിച്ചു.
ഇത് ഞാൻ പഠിച്ചു. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ എവിടെയാണ് അവർ ട്രിക്ക് ചെയ്യണേ, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് റിക്വയർമെന്റിനനുസരിച്ച് വേണം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ട്രിഗർ ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്വസ്റ്റ്യൻ വന്നു, നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആലോചിക്കാനായിരിക്കും നമ്മൾ ചിന്തിക്കണേ. അതായത് എനിക്കിപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈൽ ഫോണിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മൊബൈൽ ഫോണിന്റെ പേര് എന്താണ് എന്ന് ചോദ്യം വരാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദ്യത്തിന്റെ രീതിയിൽ നമ്മൾ കാണില്ല, നമ്മൾ എന്ത് ചെയ്യും, ഇത് സാംസങ് എന്ന് ഉത്തരം എനിക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണ് മോസ്റ്റ് പ്രോബബിളി കുട്ടികൾ ഫെയിൽ ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടി വരണേ. നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ആക്ച്വലി, അവരെന്താണ് റിക്വയർമെന്റ് ചോദിച്ചത് അതിനനുസരിച്ച് എന്റെ ബുദ്ധിനെ ടൈലർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എക്സാം സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവരേണ്ടത്. ദെൻ ഫസ്റ്റ് വൺ ഇസ് ദ ഫൗണ്ടേഷൻ ആൻഡ് പ്ലാനിങ്. നമ്മൾ ആദ്യം മനസ്സിലാക്കാം, നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ ഒരു പേപ്പർ എന്താണ് ആക്ച്വലി ആ സിലബസ് ഉള്ളത്, എന്തൊക്കെയാണ് ആക്ച്വലി എനിക്ക് പഠിക്കേണ്ടത്, ഇങ്ങനെ ഞാൻ പഠിച്ചാൽ മതിയാവോ, അല്ലെങ്കിൽ ഇത്ര കണ്ടന്റ് ആണ് എനിക്ക് തീർക്കാനുള്ളത്. ഒരു എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ ഞാൻ കാണുമ്പോൾ ഇത്ര ടോപ്പിക്സ് ഫാക്കൽറ്റി കവർ ചെയ്യുന്നുണ്ടോ, ഈസ് ദിസ് ഇനഫ് ഫോർ മീ ടു സ്റ്റഡി എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ ഇസ് ദ അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റഡി പ്ലാൻ. സെക്കൻഡ് വൺ ആണ് സ്റ്റഡി പ്ലാൻ. നമ്മളൊക്കെ ഇങ്ങനെ പറയും ഇന്നൊട്ട് നാളെ രാവിലെ 5 മണിക്ക് എനിട്ടിരുന്ന് ഞാൻ പഠിത്തം തുടങ്ങാണ് 7 മണി വരെ. ചിലപ്പോൾ നാളെ പഠിക്കായിരിക്കും, പിറ്റേ ദിവസം പഠിക്കായിരിക്കും, 3-ാമത്തെ ദിവസം ജോലിയും കഴിഞ്ഞ് വന്നു കഴിയുമ്പോ നമ്മൾ പറയും ഓഫ് വയ്യ, ഇനിയിപ്പോ നാളെ രാവിലെ നോക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് മോസ്റ്റ് പ്രോബ്ലി നമ്മളെല്ലാവരും. ബിക്കോസ് നമുക്ക് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഡെയിലി യു ഷുഡ് തിങ്ക് ഒരു 1 to 2 hours ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 3 to 4 hours ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ പറയണില്ല അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെ തന്നെ ഇത് പഠിക്കണം, അങ്ങനെയല്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ദാറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ നീഡ്. നിങ്ങൾ എപ്പോൾ എണീക്കണം അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ഈ വർക്കിന്റെ ഇടയിൽ, ട്രാവലിന്റെ ഇടയിൽ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഇയർബഡും ജസ്റ്റ് ഒരു ഫോണും ഉണ്ടെങ്കിൽ വീഡിയോ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ടെക്സ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സാറിന്റെ നോട്ട്സോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കും പേനയുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ പറ്റും. സോ നമുക്ക് ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ദ നെക്സ്റ്റ് ഈസ് എ തേർഡ് വൺ. ഒരുപാട് പേര് സംസാരിക്കാത്തൊരു സംഭവമാണ് ഐഡന്റിഫൈ യുവർ ലേണിംഗ് ടെക്നിക്. ഇപ്പോൾ പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഓഡിയോ കേൾക്കുന്നതിലും വിഷ്വലൈസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വിഷ്വലി കാണുന്നതാണോ നമുക്ക് പഠിക്കേണ്ട ലേണിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഓഡിയോ കേൾക്കുമ്പോഴാണോ എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവണേ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണോ എന്റെ ലേണിംഗ് സ്റ്റൈൽ എന്ന് നമ്മൾ പേഴ്സണലി മനസ്സിലാക്കിയെടുക്കുക. ദാറ്റ് ഇസ് ദ phase 1 ഫൗണ്ടേഷൻ ആൻഡ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ ഇസ് ദ ആക്റ്റീവ് ലേണിംഗ് ത്രൂ സ്റ്റഡി ഹബ്ബ്. നമ്മൾ പറഞ്ഞു ACCയുടെ തന്നെ ഓൺ റിസോഴ്സ് ഉണ്ട് നമുക്ക് സ്റ്റഡി ഹബ് ആയിട്ട്. അവിടെ സിലബസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലിയൊക്കെ നമ്മൾ എന്താ ചെയ്യണേ, ഫാക്കൽറ്റിയുടെ നോട്ട് മാത്രം പഠിച്ചിട്ട് പോണ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ACCA തന്നെ അവരുടെ ഒരു ഓൺ റിസോഴ്സ് നമുക്ക് തന്നിരിക്കുകയാണ്. ആ ഓൺ റിസോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അവിടുത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ നമുക്ക് ആക്ച്വലി ഉണ്ടാവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ബിക്കം ക്ലോസർ ടു ദ ACCA സിലബസ്. നമ്മൾ ആ ഫാക്കൽറ്റി പഠിപ്പിച്ച ആ ഒരു കൈൻഡ് ഓഫ് ഈസി എക്സാമ്പിൾസ് മാത്രമല്ലാതെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളൊരു അഡീഷണൽ എഫേർട്ട് കൊടുക്കുകയാണ്. ദാറ്റ്സ് ദ ലെവൽ 2 ലെവറേജിങ് ദ അല്ലെങ്കിൽ ലേണിംഗ് വിത്ത് ദ സ്റ്റഡി ഹബ്. Then the third one is the mastering the practice using the kids. ഇപ്പോ ആക്ച്വലി ഞാൻ ഇനി കപ്ലാൻ അല്ലെങ്കിൽ ഒരു BPP കിഡ്സിനെ ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ACCA തന്നെ അവരുടെ സ്റ്റഡി ഹബ് എന്ന് പറയുന്ന റിസോഴ്സ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. സ്റ്റഡി ഹബ് ഈസ് ഇനഫ് ഫോർ എവരിബഡി. CBE പ്ലാറ്റ്ഫോം ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസോഴ്സ് നമ്മൾ വേണ്ട എന്ന് നോക്കരുത്. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ കവർ ചെയ്യുക, സ്റ്റഡി ഹബിലെ സിലബസ് കവർ ചെയ്യുക. That will be enough. No need to do another things. So the power of practice. നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ എന്റെ റീസെന്റ് ആയിട്ട് എന്റെ കഴിഞ്ഞ 2 ബാച്ചിൽ ഞാൻ പാസ് ആകുമെന്ന് ഉറപ്പിച്ച 2 കുട്ടികൾ ഫെയിൽ ആയി. ഞാനപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ they have tried a lot, they have learned a lot, പക്ഷെ എക്സാം സ്ട്രാറ്റജി കറക്റ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ടൈമിൽ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ACCA പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ 1/2 മണിക്കൂറിൽ 10 ക്വസ്റ്റ്യൻ ചെയ്യും എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂറിൽ 10 ക്വസ്റ്റ്യൻ ചെയ്യണം. അത് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അതാണ് നെക്സ്റ്റ് വൺ ഇസ് ദ പവർ ഓഫ് പ്രാക്ടീസ്. എന്നിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ 10 ക്വസ്റ്റ്യൻ ചെയ്തു 1/2 മണിക്കൂറിൽ, തെറ്റിപ്പോയ 5 എണ്ണം. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ എങ്ങനെയാ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആ 10 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ എടുക്കരുത്, 25 മിനിറ്റ് തീർക്കണം. അങ്ങനെ നമ്മുടെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ തേർഡ് വൺ, മാസ്റ്ററിംഗ് ദ പ്രാക്ടീസ്. ദെൻ
ഫോർത്ത് വൺ ആണ് നമ്മുടെ ഡീപ് ഡൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യാം. ഇപ്പോൾ ചിലർക്ക് ഇനീഷ്യലി ഒരു തവണ ക്ലാസ് കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകണം. ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് ഇല്ലാത്തത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എന്താണോ പഠിച്ചത് അതൊന്നും കൂടി റീവർക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഇറ്റ് വിൽ ബി ഷേപ്പ് ഇൻ അവർ മൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ച കാര്യം ഒരു 1 വീക്ക് കൂടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് ദ ഓവർ ലേണിംഗ് ടു ദ ഓട്ടോമാറ്റിസിറ്റി. അപ്പോൾ ആ ഒരു 25 ഇത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മേ ബി ഒരു അരമണിക്കൂറായിരിക്കും എടുത്തത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 മിനിറ്റ് തീർക്കാൻ പറ്റണം. അടുത്ത തവണ വീണ്ടും ചെയ്യുമ്പോൾ അത് ഒരു 20 മിനിറ്റ്സിൽ പറ്റണം. അങ്ങനെ നിങ്ങൾ ഷോർട്ടൻ ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ് ഇസ് ദ ഫേസ് ഫോർ ഡീപ് ഡൈവ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് വൺ, ദ ഫേസ് 5, നമ്മുടെ റിവിഷനും മോക്ക് ടെസ്റ്റും. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ റിയൽ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നോക്കുന്ന സ്റ്റെപ്പാണ് റിവിഷൻ. സിലബസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ചെയ്തു, പ്ലാറ്റ്ഫോമായിട്ട് ഫെമിലിയർ ആയി. ദെൻ നെക്സ്റ്റ് വൺ ആണ് ദ മോക്ക് എക്സാംസ്. എങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ എക്സാം അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ACCA എക്സാം നടക്കണേ എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രീഫിംഗ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് പിറ്റ്ഫാൾ ഫെയിലിയർ വരുന്നത് എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് പറ്റി ലെക്ചറിങ് പറഞ്ഞ് എല്ലാരും ബോറടിപ്പിച്ചോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ACCA അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്നതെന്ന്? ഇതാരും ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ? ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം മാം, ഓക്കെ ഫൈൻ. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് Q&A സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് എ സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, കാണാം കാണാം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, എന്തുകൊണ്ട് VIC, എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ഫോർ ACCA എന്നാണ്, എന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് VIC ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ ഇപ്പൊ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ പേര് പറഞ്ഞു ഇപ്പോൾ ഉള്ള ഒരു കോഴ്സ് ഇപ്പോൾ ഉള്ള ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും, അല്ലെ? ഇപ്പൊ ഈ വെബിനാറിലാണെങ്കിലും എനിക്ക് മനസ്സിലായത് കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ VIC പ്രൊവൈഡ് ചെയ്യുന്നത് ACCA ഒരു ഫ്ലെക്സിബിൾ സ്റ്റഡി സ്കെഡ്യൂൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഓൺലൈൻ പ്രൊവൈഡ് ചെയ്താലും ഈ വർക്കിംഗ് ടൈമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഓഫീസിൽ ഇരുന്ന് ക്ലാസ് കാണാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് പറ്റുന്ന ടൈമിലേക്ക് നമ്മൾ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പോൾ ഇതിലൊരു ഫ്ലെക്സ്. ഇനി എന്താ പറയുക, സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ. സാർ നേരത്തെ പറഞ്ഞു, ആന്റി സാർ നേരത്തെ പറഞ്ഞു, ഒരു മെയിൻ സ്റ്റഡി ടിപ്പ് ഫോർ ACCA എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, ഓരോ ആൾക്കാർക്കും ഓരോ അപ്രോച്ച് ആയിരിക്കും, അല്ലെ? ACCA ആയിക്കോട്ടെ, എന്ത് കോഴ്സ് ആയിക്കോട്ടെ, അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സപ്പോർട്ട് തരുന്നുണ്ട് ആര്, VIC എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഒരു മെന്റർ, അതായത് നമുക്കൊരു ഫോർ എക്സാമ്പിൾ FR എന്ന് പറയുന്ന ഒരു പേപ്പറിന് ഇപ്പൊ ആന്റണി സാറാണ് FR പേപ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി ആന്റണി സാർ അല്ലാതെ FR നിങ്ങൾക്ക് ഒരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊരു ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഈ മെത്തേഡ് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇങ്ങനെ ഈ ഫാക്കൽറ്റി ഈ മെത്തേഡിൽ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു മെത്തേഡ് ക്യാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്ററിന്റെ സപ്പോർട്ട് തേടാം. ഓക്കെ, മെന്റർ വിൽ ബി അവൈലബിൾ
ഫോർ യു ഫോർ ക്ലിയറിങ് യുവർ ഡൗട്ട്സ്, ഫോർ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ആര് കാണും? മെന്റർ കാണും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്പേർട്ട് എക്സാം പ്രിപ്പറേഷൻ. നമ്മുടെ ACCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞു ചുമ്മാ ഒരു ബുക്ക് ഒരു ജസ്റ്റ് ഒരു നോട്ട് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം പാസ് ആവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്യണം അല്ലെ. നമ്മൾ മോക്സ് എഴുതണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാലേ നമുക്കൊരു എക്സാം പാസ് ആവുക എന്നുള്ളൊരു സ്റ്റേജിൽ എത്തത്തുള്ളൂ. ഓക്കെ, സോ വി വിൽ ബി പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഫോർ യു, കണ്ടക്ടിങ് മോക്ക് എക്സാംസ്. ഇതിനെല്ലാത്തിനും ആര് കൂടെ ഉണ്ടാവും? ഈ മെന്റർ കൂടെ ഉണ്ടാവും, അതേപോലെ ഫാക്കൽറ്റിയും കൂടെ ഉണ്ടാവും. ഓൾസോ അഫോർഡബിൾ ഫീസ്. നിങ്ങൾക്ക് അറിയാം ACCയുടെ ഫീസ് എന്തുമാത്രം ഹ്യൂജ് ആണെന്ന് അല്ലെ. ഓരോ പേപ്പറിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 19,000 ആ ഒരു റേഞ്ച് ആണ് ഓരോ പേപ്പറിനും ഒരു ഫീസ്. ഇപ്പൊ ഓരോ ഇയർലി വരുമ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഫീസ്. അല്ലാതെ സബ്സ്ക്രിപ്ഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, അങ്ങനെ ഒരുപാട് ഫീസ് ആണ് ആര് വാങ്ങുന്നത്? ACCA ബോർഡ് വാങ്ങുന്നത്. അപ്പൊ പഠിക്കാനും കൂടി ഒരുപാട് ഫീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കണമല്ലോ ഈ ACC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ACCക്ക് എന്താണ് എക്സാം ഫീസ് തന്നെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആകുമ്പോൾ ട്യൂഷൻ ഫീയും കൂടി ഇതിന്റെ ഇത്രയും ഹ്യൂജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് അഫോർഡബിൾ ഫീസ്. ഓക്കെ, നമ്മൾ എല്ലാ പേപ്പേഴ്സിനും ACCയുടെ എല്ലാ പേപ്പേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് 4,999 ആണ്. ഓക്കെ, എല്ലാ പേപ്പേഴ്സിനും. അതിപ്പം നോളജ് ലെവൽ ആവട്ടെ, സ്കിൽ ലെവൽ ആവട്ടെ, പ്രൊഫഷണൽ ലെവൽ ആവട്ടെ, എല്ലാ പേപ്പേഴ്സിനും നമ്മൾ മേടിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 4,999 ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ACC എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ പഠിച്ച് നമുക്കൊരു കോഴ്സ് ഞാനിങ്ങനെ ഒരു കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ BCom എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ കൂടെ ACC എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു, അങ്ങനല്ല. ACC കഴിഞ്ഞ് നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ട് എന്ത് കിട്ടണം? നമുക്ക് ഒരു ജോലി കിട്ടണം. ചുമ്മാ ആരെങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ACC എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ACCA പഠിക്കുക. അതുകൊണ്ട് ACCA P ലെവൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ACCA P ലെവൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ദുബായിലെന്നല്ല, ഒരു അബ്രോഡ് UAE-യിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് ജോബ് നോക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. അതായത് എങ്ങനെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, അത് അപ്ലൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ ട്രെയിൻ ചെയ്തെടുക്കുക. അതാണ് എന്തെന്ന് പറയാ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സിന്റെ എയിം എന്ന് പറയാം. സോ ACCയിൽ P ലെവൽ ഉള്ള സ്റ്റുഡൻസ്, എന്തുകൊണ്ട് P ലെവൽ ഉള്ള സ്റ്റുഡൻസിന്? കാരണം P ലെവൽ കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റുഡന്റ് ജോബിന് നോക്കുന്നത് അല്ലെ. അല്ലാതെ സ്കിൽ ലെവലിൽ ഇരിക്കുന്ന ഒരു ജോബ് നോക്കിക്കൂടാന്നൊന്നുമില്ല. എന്നാലും കൂടുതലും P ലെവലിൽ ഇരിക്കുന്നത്, അതായത് ACC ലാസ്റ്റ് അല്ലെങ്കിൽ എൻഡിലേക്ക് വരുമ്പോഴായിരിക്കും നിങ്ങളൊരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. സോ P ലെവൽ പഠിക്കുന്ന സ്റ്റുഡന്റ്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ P ലെവൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വി ആർ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം ഫോർ ഫ്രീ. ഓക്കെ, പിന്നെ സ്കിൽ ലെവലിലുള്ള കുട്ടികൾക്ക്, ഏത് സ്കിൽ ലെവൽ പേപ്പർ എടുക്കുന്ന കുട്ടികളായാലും ടാലി ആൻഡ് സോഹോയുടെ ക്ലാസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാലി ആൻഡ് സോഹോ എന്ന് പറയുന്നത് അറിയാലോ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. നമ്മളൊരു ജോബിന് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു അക്കൗണ്ടന്റ് ജോബിന് കയറി കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, വൺ ഓഫ് ദ സോഫ്റ്റ്വെയർ ആയിരിക്കും, ഒന്നെങ്കിൽ ടാലി ആയിരിക്കാം അല്ലെങ്കിൽ സോഹോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് ആൻഡ് ഒരു ബുക്കിഷ് നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൽ ലെവൽ പേപ്പേഴ്സിനൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ സ്കിൽ ലെവൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊരു സ്കിൽ ലെവൽ പേപ്പർ എടുത്താലും ഈ ടാലി ആൻഡ് സോഹോയുടെ ക്ലാസ്സസും അതുപോലെ പ്രാക്ടിക്കൽസും നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ടും ACCA വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൽ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. കാരണം ACCA എന്ന് പറയുന്നത് ജസ്റ്റ് കോഴ്സ് അല്ല. ആ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ജോലി വേണം. ആ ജോലിക്കും കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ VIC-യിൽ. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾക്ക് അറിയാം മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ACC ഓരോ ഫാക്കൽറ്റി വരുന്നു, പഠിപ്പിക്കുന്നു പോകുന്ന റിസൾട്ട് കാണുന്നു. ഓക്കെ, അത്രയല്ല. ACC കഴിഞ്ഞ് ജോലി ഇല്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര്. അതായത് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും ജോബ് ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് നോളജ് ഇല്ല, എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിലോട്ട് എത്തിച്ചേരണം, ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആവണം എന്നുള്ളൊരു നോളജ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു ജോബ് പ്ലേസ്ഡ് ആവാതെ നിൽക്കുന്നത്. സോ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് പി ലെവലുള്ള സ്റ്റുഡൻസിന് നമ്മൾ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം, അതായത് 3500 എന്താണ് കോഴ്സ് ഫീ വരുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഫ്രീ ആയിട്ട് ACC പി ലെവൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയും കാര്യങ്ങളാണ് VIC എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ VIC എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, സോ എന്തെങ്കിലും അതായത് ഇപ്പൊ ഈ പറഞ്ഞതിലും നേരത്തെ പറഞ്ഞ കോഴ്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ACCA കുറിച്ച്, അല്ലെങ്കിൽ സർ പറഞ്ഞ പോലെ സ്റ്റഡി ടിപ്സ്, സ്റ്റഡി പ്ലാൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ യാ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലേ? ഹലോ, നഹീമുദ്ദീൻ മൈക്ക് ഓണാക്കി, മ്യൂട്ട് ചെയ്തോ? മൈക്ക് ഓണാക്കിയിട്ടുണ്ടല്ലോ, ചോദിച്ചോളൂ. ഹായ്. ഹായ്, ചോദിച്ചോളൂ, എന്താണ് ഡൗട്ട്? I just want to know this PER after the completion of ACCA for the 3-year. Like what experience need to be? So when it comes to the PER requirement, it is actually the practical experience requirement that we need to satisfy to becoming a member after clearing the all ACCA papers. So if you are already worked for any of the past few years, you have worked in a finance industry as an accountant or an auditor or something, that you could easily add that experience to the PER and become directly to the member after the completion of the papers. Okay, so this must be in taxation field or accounting field. Yeah, it should be in the finance field, whether it is relating to the preparation or the accounts or the auditing of the accounts, or you are in a taxation field or a consulting field. It is completely all right, but it should relate to the finance field, and it should meet the 9 criteria set by the ACCA. That you could just Google it, like the PER requirement. Yeah, what are the yes so eligible it cannot criteria be that like we in need. the trading sector or manufacturing sector. Like I have experience in trading and manufacture, but this cannot be submitted, right? No, actually, if you have worked in the manufacturing and trading sector as an finance professional, like you have worked as an accountant or in any finance field, that you could add that. But Yeah, just if it is not I worked like as that, an then you could not. accountant in these 2 fields. So you could easily add that, But because also you it have has to already be worked as an signed off accountant. by like ICA. Yeah, there is an IFAC qualified line manager criteria, like whether it is an approved member from the Indian Chartered Accountancy or a CPA or an ACCA. If it is there, you can go through the direct employer like IFAC qualified line manager. If it is not, there is no issues. You could select as non-IFAC qualified manager and you could submit also. Yeah, so basically There is no work we to can submit the like experience letter to the ACCA or Yeah, directly you can submit the experience letter to the ACCA. So there is a particular criteria that we need to follow, like what are the jobs that we have done during the period that we have worked, and we should list all of the things that we have already done. And when the ACCA reconsider that or match that with the PER criteria, and they will be giving you the approval. Okay, thank you. Yeah, welcome. ഹലോ. Yes. ഓക്കെ ഈ 3 years എക്സ്പീരിയൻസിന്റെ കേസ് പറഞ്ഞില്ലേ, അതെന്താ ഉദ്ദേശിച്ചത്? അത് ക്ലിയർ അല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ CA എടുക്കുകയാണെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പോലെ ഇത് ചെയ്യണമെന്നുണ്ട് കുറച്ച് നാള്, അതുപോലെയാണോ എന്നാണ് ഉദ്ദേശിച്ചത് ആ 3 years എന്ന് പറയുന്നത്?
3 years എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ACCA ക്വാളിഫിക്കേഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു 3 years എങ്കിലും മിനിമം ഒരു അക്കൗണ്ടിങ് ഫൈനാൻസ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ മെമ്പർ ആവാനായിട്ട് നമ്മൾ അവരെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ആവത്തുള്ളൂ. ഇപ്പൊ CA 2 years ഓഫ് ആർട്ടിക്കിൾഷിപ്പ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് അല്ല, നമ്മൾ വർക്ക് ചെയ്യണം എന്നേ അവർ പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് 3 years എങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളൊരു മെമ്പറിലേക്ക് അവർ മാറ്റത്തുള്ളൂ. ഓക്കെ, അതായത് നോർമൽ അക്കൗണ്ട്സ് ഫീൽഡിൽ 3 വർഷം വർക്ക് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. Any other doubts, anyone? പിന്നെ ഈ എക്സാം ഫീയും കാര്യങ്ങളൊക്കെ ഇത്രയും വരെ സ്കിൽ ലെവലിൽ വരുമ്പോ അത് പൗണ്ട് റേറ്റ് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ ഏകദേശം 18,000 17,000 എന്തോണ് സ്കിൽ ലെവലിൽ വരുന്നത്. പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ 22 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. ഇത് അപ് ടു പൗണ്ട് റേറ്റ് വേരി ചെയ്യണ അനുസരിച്ചും ചേഞ്ചസ് വരാട്ടോ. ഓക്കെ. So what will be like a round figure for this completing this course? In approximate, we could say that 4 lakhs or something that we will be having in total, like the investment for the ACCA, approximately 4 lakhs. Only for the ACCA, like the complete ACCA. qualification, including the your exam fee, subscription fee, and your tuition fee and all, it will be considered around 4 lakhs or something in total. 4 lakhs, and for the papers only 5,000, right? Yeah, Like single. VIC is considering the 5,000 as for all of the papers. Mm-hmm. Okay, so if I file in an attempt, so what will be the re-fees, like re-attempting fees? Afra ma'am, could you take over? Sorry, Adya ma'am. Adya ma'am. Hello. Ma'am, കേൾക്കുന്നുണ്ട്. Yeah, sure. Okay. If you're failing in a paper and you can enroll the receipt for free. Okay. And Himuddin അല്ലേ ചോദിച്ചത്? Yeah, receipt is for free. Okay, so no need to do any additional fees? No. You don't need to pay again the 5,000. No, not for the academy, not for the ACCA. No. You have to pay the exam fee again. No, Yeah, the same exam you don't fee, right? have to pay the tuition fee, but it depends on the pound rate. Okay, Okay, thank you. because it's always fluctuates. That's why. Yeah, so like in 2027, the structure changes, right? Yeah. So like if I join now, so in next year it will be different. So can you explain this? So like what will be the difference, like, and so now totally So if when I you- join, I need to come. Okay, so if you have passed the skill level, all of the skill level papers on the September 2027, when the structure changes, there are a particular set of criteria that's set by the ACCA. Like if somebody have enrolled previously and they have cleared a lot of papers and they do have only pending 2 to 3 papers, then there are the criteria that's set by the ACCA. Like they will be exempted from these papers, and these papers are need to be satisfied from their side. So I will share that PDF to you because it is a large segment that we need to discuss upon. So I will share that Yeah, PDF so to you, like and if you having if any I join other now- queries, then Yeah, if I join now, I need to complete 13 papers. If I join next year, I only need to complete 11 papers, right? So it's better to join next year, right? if you think like that, then the main issue that the students also asking me this, I have got these questions from many of the students. Like if I consider joining the 2027 September, then I need only to clear 11 papers. But when it comes to the students that pursuing now, there are a lot of students that pursuing now. The number of the students in the ACCA community is actually increasing. So the opportunities will be get reduced when you are considering doing the ACCA from beginning from the 2027 September.
Okay, thank you for time. Yeah. ഹലോ, ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 50% അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ഓക്കെ, ബട്ട് നമുക്ക് എങ്ങനെ പാസ് പെർസെന്റേജ് എങ്ങനെ വരണ പറയുന്നതിന്? ഐ തിങ്ക് എന്തോ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക്. അത് ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് എല്ലാം 100 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫൗണ്ടേഷനിലെ FA, MA, BT ആൻഡ് ലോ. പിന്നെ വെൻ ഇറ്റ് കം ടു ദ സ്കിൽസ് ലെവൽ നമുക്ക് 60 മാർക്കിന് ഒബ്ജക്റ്റീവ് ആൻഡ് 40 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഇൻവിജിലേറ്റേഴ്സ് അവർ സെൽഫ് ആയിട്ടായിരിക്കും വാല്യൂ ചെയ്യുന്നത്. വെൻ ഇറ്റ് കം ടു ദ പ്രൊഫഷണൽ ലെവൽ 100 മാർക്സിനും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, എല്ലാത്തിനും പാസ് മാർക്ക് വരുന്നത് 50 മാർക്സ് തന്നെയാണ്. നെഗറ്റീവ് ഇല്ലല്ലോ ഇതിന്? നെഗറ്റീവ് ഇല്ലടാ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ. ഹലോ, ആ, നമ്മുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പേപ്പർ ഏതായിരിക്കും എടുക്കാൻ പോകുന്നത്? മാം ഒന്ന് ഏത് പേപ്പർ മീൻസ് എക്സാമിഷൻ ശേഷമാണോ അല്ല, ക്ലാസ് എങ്ങനെയാണ്? ബേസ് ലെവൽ, അതായത് നോളജ് ലെവലാണോ സ്കിൽ ലെവലാണോ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം FR ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതപ്പോ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 19th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19th അത് നമുക്കപ്പോ വാട്സാപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തരത്തില്ലേ? ആ, അതെല്ലാം ഷെയർഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ചിഞ്ചു ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളെ കോർഡിനേറ്ററിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. എന്റെ പക്ഷെ ഇവാലുവേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, അപ്പൊ അത് പെൻഡിങ് ഉണ്ട്. ഓക്കെ. നമുക്ക് ക്ലാസ് എങ്ങനെ ടൈം വരാം? മേ ബി ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ളവരും കൂടെ ഉള്ളത് കൊണ്ട് നൈറ്റിലായിരിക്കും, അതായത് 8:30, 9 ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ്സസ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും? മീൻസ് ഇതേപോലെ ഗൂഗിൾ മീറ്റില അല്ലെങ്കിൽ മീൻസ് പ്രീ റെക്കോർഡഡ്? അങ്ങനല്ല, ലൈവ് സെഷൻസ് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് സെഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇനി ലൈവിൽ കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിൽ നമ്മുടെ റെക്കോർഡിങ്സ് അപ്ഡേറ്റഡ് ആവും, അപ്പോൾ അത് കാണാവുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാംസ് ഇവിടെ UAE എവിടെയായിരിക്കും? UAE സെന്റേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇപ്പോ എന്താണ് മുഹമ്മദ് അല്ലേ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ലിസ്റ്റ് അയച്ചു തരാം സെന്റേഴ്സിന്റെ. ഓക്കെ, അതായത് UAE എവിടേക്കാണ് സെന്റേഴ്സ് ഉള്ളതെന്ന്. മാഡം, പിന്നെ ഈ റെക്കോർഡർ ക്ലാസ് എത്ര ടൈം വരെ നമുക്ക് കിട്ടും? നിങ്ങളിപ്പോ ഒരു FR ആണ് എടുക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ FR ആണ് എടുക്കുന്നെങ്കിൽ FR എക്സാം കഴിയുന്നത്, ഓക്കെ, എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് അതിന് ആക്സസ് ഉണ്ടാവും. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ. പിന്നെ ഈ ഹലോ പറഞ്ഞു. ഓക്കെ, ഈ നമ്മളിപ്പോ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സബ്ജക്ട് നമുക്ക് എത്ര മാസം എക്സാം ഇതുണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചത്. മീൻസ് 1 മാസമാണോ 2 മാസമാണോ ഇങ്ങനെ ഉണ്ടാവുക? മാക്സിമം 2 months ആയിരിക്കും ഉണ്ടാവുക. FR ആണെങ്കിൽ 2 months ആയിരിക്കും, അതായത് നമുക്ക് മോക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. മാക്സിമം ഒരു 2 months നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആയിരിക്കും. ഓക്കെ. വീക്കില് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ എങ്ങനെയാണ് ക്ലാസ്? അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്മൾ സ്കെഡ്യൂൾ പറഞ്ഞുതരാം. അപ്പൊ പേപ്പറിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്തുതരും. സർ, ആന്റണി സർ, ഇപ്പോൾ FR ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അതായത് ഒരു ടൈം പീരീഡ് എത്ര നാൾ വരെ കാണും ഇപ്പൊ സാറിന്റെ ഒരു സ്കെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ? എന്റെ മാക്സിമം ഒരു 1.5 months ആയിരിക്കും നമ്മുടെ സ്കെഡ്യൂൾ ആയിട്ട് നമ്മൾ സിലബസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആൻഡ് ഇന്റൻസീവ് റിവിഷൻ സെഷൻസ് ആയിരിക്കും നമ്മളൊരു 5 days ആയിട്ട് വെക്കുന്നത്. പിന്നെ നമ്മുടെ CBE പ്ലാറ്റ്ഫോം ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് 1-2 ദിവസം കൂടി ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്.
പിന്നെ ഇറ്റ്സ് വെരി അപ് ടു നമ്മുടെ ബാച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന്റെ നീഡ് അനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ടൈലർ ചെയ്യുന്ന കൂടെ ആയിരിക്കും. ഓക്കെ, ഓക്കെ ഓക്കെ. എല്ലാവരും നമ്മുടെ ഒരു ഫോം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഫില്ല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഫില്ല് ചെയ്യണം കേട്ടോ. സാർ മറ്റേ ഈ എക്സംഷൻ റൂട്ടിന്റെ കാര്യം അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? അഖിൽ ഏത് കോഴ്സാണ് കഴിഞ്ഞത് ഇപ്പോ കറന്റ്? ഇപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ MBA ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ കറന്റ് എൻറോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ. ഓക്കെ, അപ്പൊ ഞാൻ ആ കോഴ്സിന്, അതായത് MBA വിത്ത് ACCA വേണ്ട ഒരു പ്രോഗ്രാം, ഒരു 9 പേപ്പർ എക്സംഷന്റെ. ഓക്കെ, 9 പേപ്പർ എക്സംഷൻ കഴിഞ്ഞിട്ടാണ് അഖിൽ വരുന്നതെങ്കിൽ അഖിലിന് പ്രൊഫഷണൽ ലെവൽ ക്വാളിഫിക്കേഷനുള്ള പേപ്പേഴ്സ് മാത്രമായിരിക്കും എഴുതേണ്ടതായിട്ട് വരാം. സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്, സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ, പിന്നെ ഏതെങ്കിലും 2 ഓപ്ഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും 2 പേപ്പറും കൂടി. അപ്പൊ സാർ, അപ്പൊ 2027 ഈ 3 പേപ്പർ അങ്ങനെ എന്തോ ഇല്ല. അപ്പൊ നമ്മൾ അതിനുള്ളിൽ ഇപ്പൊ ഈ 3 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ ശേഷം അഫിലിയേറ്റ് ആയി കണക്കാക്കപ്പെടും. ഓക്കെ ഓക്കെ. ഇത് പിന്നെ പെട്ടെന്ന് ഈ, അതായത് നമ്മളിപ്പോ സ്കില്ലൊന്നും പഠിക്കാത്തതുകൊണ്ട് ഫസ്റ്റ് ഒരു ഇത് വരുമ്പോ ഒരു കുറച്ച് ടഫ്നെസ് ഉണ്ടാവും. അതെങ്ങനെയാണ്? ഹാർഡ്നെസ് എന്തായാലും ഉണ്ടാവും. ടു ബി ട്രൂത്ത് എന്ന് വെച്ചാൽ ഹാർഡ്നെസ് ഉണ്ടാവും നിങ്ങൾ എക്സംഷൻ റൂട്ടിലാണ് വരുന്നെങ്കിൽ. ബട്ട് യു നീഡ് ടു പുട്ട് ആൻ അഡീഷണൽ എഫേർട്ട്. നമ്മൾ എല്ലാത്തരം ഗൈഡൻസും നമ്മുടെ സൈഡിൽ നിന്ന് ഓഫർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മൾ കുറച്ചും കൂടി ഒരു അഡീഷണൽ പുഷ് നമ്മുടെ എക്സംഷൻ റൂട്ടിൽ വന്ന കുട്ടികളുടെ സൈഡിൽ നിന്ന് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർലി നമ്മളൊരു കാര്യം പഠിച്ച് മുന്നോട്ട് പോണ പോലെയല്ല കുറെ കാര്യങ്ങൾ എക്സംപ്റ്റഡ് ആയിട്ട് നമ്മൾ കടന്നു വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് CBE പ്ലാറ്റ്ഫോമിലേക്കും സ്റ്റഡി ഹബിലേക്കും ഒക്കെ ഇടേണ്ടതായിട്ട് വരും. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, എക്സംഷൻ ഉള്ളവർക്ക് ഈ പേപ്പർ എഴുതണ്ട എന്നുള്ള ഒരു ചോയ്സ് ഉള്ളത് പോലെ തന്നെ ഈ എക്സംഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യം ACCA പറയുന്നുണ്ട് കേട്ടോ. അതായത് എക്സംഷൻ എടുക്കുന്ന പേപ്പേഴ്സും നമ്മൾ എക്സംഷൻ ഫീ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ബോർഡിന് അടയ്ക്കണം. അതിനുശേഷമാണ് നമുക്ക് ഈ എക്സംഷൻ കിട്ടുക കേട്ടോ. അല്ലാതെ നമുക്ക് ഇത്ര പേപ്പർ എഴുതണ്ട, ബാക്കി തൊട്ട് എഴുതിയാൽ മതി, അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല. ഓക്കെ, ഒരിക്കലും അല്ല. എന്ന് വെച്ചാല് നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും അതിന്റെ ഒരു പേയ്മെന്റ് കമ്മ്യൂണിറ്റിക്ക് എന്തായാലും അടക്കേണ്ടി വരുമല്ലോ. ഒരിക്കലും ഒരു ഡിഗ്രി കഴിഞ്ഞെന്ന് വിചാരിച്ച് ഒരിക്കലും അവര് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സംഷൻ തരത്തില്ല. അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് അവരെന്തായാലും ഫീസ് ചാർജ് ചെയ്യും. ബട്ട് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ്. എന്താ, നിങ്ങൾ ഫെയിലിയർ ആയി അല്ലെങ്കിൽ ഒന്ന് റീ അറ്റംപ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവിടെ വരുന്നില്ല. യു ആർ ഗെറ്റിംഗ് ആക്ച്വലി എക്സംഷൻ. ഫസ്റ്റ് ട്രയൽ തന്നെ ക്ലിയർ ചെയ്ത പോലെയല്ലേ നിങ്ങൾക്ക് ആ പേപ്പർ മാറി കിട്ടുന്നത്. ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ്. അതായത് ടൈം പോകുന്നില്ല, അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. അതിന്റെ ഫീ എത്ര വരെ അടയ്ക്കും? ഹലോ, നമുക്ക് രജിസ്ട്രേഷന്റെ ഫീസ് പറയുന്നത് 30 pounds ആണ് രജിസ്ട്രേഷൻ ഫീ വരിക. ഇപ്പോൾ രജിസ്ട്രേഷനും എക്സാംഷനും ഫീയും കൂടെ ഒരു ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 20,000 ആണെന്ന് തോന്നുന്നു. 20K ആ റേഞ്ചിലാണ് വരിക ഈ എക്സാംഷൻ ഫീ പ്ലസ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ. അത് നിങ്ങൾ ചെയ്തു തരുന്നുണ്ടോ അതോ നമ്മൾ ചെയ്യേണ്ടി വരും? എങ്ങനെയാണ്? ഞങ്ങൾ ത്രൂ ചെയ്യും രജിസ്ട്രേഷൻ. ഓക്കെ. ഹലോ. യെസ് ആൽബിൻ. യെസ്. ഇൻ കേസ് ഏതെങ്കിലും പേപ്പർ ഫെയിൽ ആയാലും എങ്ങനെയാ നെക്സ്റ്റ് ക്രൈറ്റീരിയ എങ്ങനെ വരുന്നത്? നമുക്കിപ്പോൾ ഒരു പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ACCAക്ക് അങ്ങനെ ഒരു ഫിക്സഡ് റൂട്ടീൻ അല്ല. ഇപ്പോൾ നിങ്ങളൊരു FR എന്ന് പറയുന്ന സ്കിൽ ലെവൽ ഒരു പേപ്പർ ഫെയിൽ ആയി, നിങ്ങൾക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ FR ക്ലിയർ ചെയ്തിട്ടേ പറ്റൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറൊരു പേപ്പർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് പഠിക്കാം, നിങ്ങൾക്ക് അത് എഴുതാം. സ്കിൽ ലെവലിലെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്താൽ മാത്രമേ പ്രൊഫഷണൽ ലെവലിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ക്രൈറ്റീരിയ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ. ഫെയിൽ ആയി കഴിഞ്ഞാൽ എക്സാം ഫീ നെക്സ്റ്റ് എക്സാമിന് ഫുൾ ഫീ അടക്കേണ്ടി വരുമോ? അടക്കേണ്ടി വരും. അതെ, റൂളാണ്. നേരത്തെ കോഴ്സ് ഫീനെ കുറിച്ച് എന്തോ പറഞ്ഞില്ല, അപ്പം എന്താണ്? അതായത് ട്യൂഷൻ ഫീ, അതായത് നമ്മുടെ VICയിലെ ട്യൂഷൻ ഫീ ആണ് നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ 499 ആണ് ഒരു പേപ്പറിന് വാങ്ങുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലായി, എക്സാം എഴുതാതിരുന്നതല്ല, എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിൽ ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസിറ്റ് പോളിസി ഉണ്ട്, അത് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഫീ. ഓക്കെ, സാർ ഇപ്പൊ പറഞ്ഞത് ബോർഡിന് നമ്മുടെ എക്സാം ഫീ നമ്മൾ വീണ്ടും അടയ്ക്കണം, അത് ഫ്രീ അല്ല. ബോർഡിനുള്ളത് ഫ്രീ അല്ല. ഇൻകേസ് നമ്മളൊരു പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ പേപ്പറിന് തന്നെ ക്ലാസ് കണ്ടിന്യൂസ് കിട്ടുമോ അതോ അത് ആ 2 monthോടുകൂടി അത് ക്ലോസ് ആവുമോ?
അതാ ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് റെക്കോർഡിങ്സിനും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ആ റെക്കോർഡിങ്സിനും നോട്ട്സിനും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ഇനി നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആയി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിലും എൻറോൾ ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ആക്സസ് ഉണ്ടാവുമോ? ആക്സസ് ഉണ്ടാവും. അതുപോലെ ഈ എക്സെപ്ഷനും രജിസ്ട്രേഷനും കൂടെ 20,000 കാര്യം പറഞ്ഞില്ലേ? അതെ. അത് സിംഗിൾ പേപ്പർ എക്സെപ്ഷൻ ആണോ അതോ 5 പേപ്പർ എക്സെപ്ഷൻ പ്ലസ് രജിസ്ട്രേഷൻ ആണോ 20,000 പറഞ്ഞേ? അല്ല, ടോട്ടൽ എക്സാമിഷൻ പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് 20,000. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആദ്യമേ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ സെഷൻ എവരിബഡി. അപ്പോ ഇനിയും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കണ്ടുമുട്ടട്ടെ. അപ്പൊ എല്ലാവരും നമ്മുടെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യുക. സോ കീപ് ഇൻ ടച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. പിന്നെ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഇപ്പോ എക്സംഷന്റെ കാര്യം പറഞ്ഞില്ല. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മുടെ രജിസ്ട്രേഷൻ കൂപ്പൺ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് 20,000 കേട്ടോ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുമ്പോൾ അത് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂപ്പൺ വെച്ച് ചെയ്യുമ്പോഴാണ് 20,000 നമുക്ക് കിട്ടുക. ഓക്കെ. ഇപ്പൊ ഞാൻ രജിസ്ട്രേഷൻ, അതായത് ഇപ്പൊ ജെയിൻ അവർ വഴി ആയതുകൊണ്ട് ഒരു 258 പൗണ്ട് അങ്ങനെ എന്തോ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അത് നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂപ്പൺ റേറ്റ് വെച്ചിട്ട് വേരി ചെയ്യും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് 20,000 ആവുക. എന്റെ ഒരു 9 പേപ്പർ എക്സംഷനും പിന്നെ 1 ഇയർ മറ്റേ സബ്സ്ക്രിപ്ഷൻ ഫീസോ അങ്ങനെ എന്തോ, അതായത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ്. അതെ, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇതിന്റെ ക്ലാസ് വൈകുന്നേരത്തെ ലൈവ് അങ്ങനെ അതോ റെക്കോർഡ്? ലൈവ് സെഷൻസ് ആയിരിക്കും. നമുക്ക് എല്ലാം ലൈവ് സെഷൻസിന്റെ ആയിരിക്കും. ഒരു 8:39 ആ ഒരു റേഞ്ച് ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ലൈവ് സെഷൻസ് ആയിരിക്കും. പിന്നെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ്സ് പ്രൊവൈഡ് ചെയ്യും. എത്ര മണിക്കൂറൊക്കെ ഏകദേശം? മാക്സ് ഒരു 2.5 hours മാക്സ്. ഓക്കെ. ടൈം ഇന്ത്യൻ ടൈം ആണോ UAE ടൈം ആണോ? ഇന്ത്യൻ ടൈം ഒരു 8:39 ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം 7:30. മീൻസ് ഇത് എങ്ങനെ മാം ഇതിന്റെ ടൈം മീൻസ് എല്ലാ മീൻസ് വീക്കിലി 5 days ക്ലാസ്സാ? അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏത് പേപ്പർ ആണോ എടുക്കുന്നത് അതിന്റെ സ്കെഡ്യൂൾ അനുസരിച്ചാണ്. ഓരോ പേപ്പറിനും ഫാക്കൽറ്റിയുടെയും സ്റ്റുഡൻസിന്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഓരോ പേപ്പറിനും അത് വേരി ചെയ്യും. ഓക്കെ. നഹീമുദ്ദീൻ ഏത് എക്സംഷൻ കഴിഞ്ഞിട്ട് ഉള്ളതാണോ നോക്കുന്നത്? ഓക്കെ, ബേസ് ലെവൽ തൊട്ടാണോ? അപ്പോ എന്തായിരുന്നു ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്താ കഴിഞ്ഞേ? മീൻസ് ഞാൻ ഇത് ഡിപ്ലോമ ചെയ്തിരുന്നു നാട്ടിൽ നിന്ന്. അപ്പൊ മീൻസ് സയൻസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ടൈം എത്ര എടുക്കും മാം, അതായത് ടോട്ടല് കംപ്ലീറ്റ് ചെയ്യാൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ഒരു പേസിൽ, അതായത് ഓരോ പേപ്പറും ഫെയിൽ ആവാതെ കറക്റ്റ് ഒരു പേസിൽ പോവുകയാണെങ്കിൽ മാക്സിമം 2-3 years, 2.5 മതി. എന്നാലും നമുക്ക് മാക്സിമം ഒരു 3 yearsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്തിൻ 3 years. അതായത് മീൻസ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഏത് ടൈമിലാണ് ചെയ്യാൻ പറ്റുമോ? അതെ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻസ് ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സ്, അതായത് 5 പേപ്പേഴ്സ് ഉള്ളത്. പിന്നെ പ്രൊഫഷണൽ ലെവലിലെ പേപ്പേഴ്സ്. ഓക്കെ, മീൻസ് അതിന് 3 month ഗ്യാപ്പ് ഉണ്ട് എല്ലാ എക്സാമിനും അല്ലേ? ക്വാർട്ടർലി ആണ് എക്സാംസ്. അതായത് നമ്മുടെ ആദ്യത്തെ നോളജ് ലെവലിലെ പേപ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ഒരു കംഫർട്ടബിൾ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ പോയി എഴുതാം. അതായത് ഒരു ഓൺ ഡിമാൻഡ് പേപ്പേഴ്സ് എന്ന് പറയും ഫസ്റ്റ് 3 പേപ്പേഴ്സിന്. അതായത് നമ്മൾ എപ്പോഴാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ പോയി എഴുതാം എന്നുള്ളത് ഫസ്റ്റ് 3 പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പേപ്പേഴ്സും, അതായത് സ്കിൽ ലെവലും പ്രൊഫഷണൽ ലെവലും എങ്ങനെയാണ് ക്വാർട്ടർലി ബേസ് തന്നെയാണ്. ഓക്കെ.
അത് മീൻസ് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ, അതായത് ഇപ്പോ ഫസ്റ്റ് ടൈം അതായത് എങ്ങനെയാ പേയ്മെന്റ്? മീൻസ് ഫസ്റ്റ് എത്ര പേയ്മെന്റ് എടുക്കേണ്ടി വരും? നഹീമുദ്ദീൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്ക് വാട്സപ്പില് എങ്ങനെയാന്ന് പറഞ്ഞുതരാം ഡീറ്റെയിൽസ്, ഫീസിന്റെ കാര്യങ്ങൾ. ഓക്കെ, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഓൾറെഡി? ഇല്ല, ഞാൻ മീൻസ് ഇത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ഗൂഗിൾ ഫോം നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ? ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? ഓക്കെ, എല്ലാന്ന് വിശ്വസിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഷുഹൈബ്, ഗൂഗിൾ ഫോം നിങ്ങൾ എവിടെ അപ്ലോഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? കണ്ടിട്ടില്ല, എവിടെയാണത്? ഒരു മിനിറ്റ്. നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ചാറ്റ് ബോക്സിൽ ഉണ്ടാവുമല്ലോ. ചാറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടോ ഫോമിന്റെ? നോക്കിയേ ചാറ്റ് ബോക്സ്. കണ്ടോ ഷുഹൈബ്? ഓക്കെ, നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ? ഒന്ന് നോക്കി. ഓക്കെ. അല്ല, എനിക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയുന്നല്ലേ? അല്ല, ചാറ്റ് ബോക്സിലുണ്ട് ഇപ്പോ വന്നിട്ടുണ്ട് നമ്പർ. ഓക്കെ. ഓക്കെ, അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫോം ഫില്ല് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ അഡ്മിഷൻസ് എടുക്കാനും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു.